all party, we are going to take one stand. We unitedly should fight in Parliament. நாளைக்கு நாடாளுமன்றத்தில் அவங்க கொண்டு வர போற சட்ட திருத்தத்துக்கு எதிர்ப்பை காட்டுற மாதிரி தமிழ்நாட்டில் எல்லாரும் நம்ம வீட்டில் கருப்பு கொடியை ஏற்றுவோம். ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഡീലിമിറ്റേഷന്റെ പ്രപ്പോസലിനെ ശക്തിയായി എതിർക്കും. പാസാക്കിയ വനിതാ സംവരണം നടപ്പിലാക്കണമെങ്കിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചേ തീരുവത്രേ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ ആധിപത്യം ഊട്ടിയുറപ്പിച്ച അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ വനിതാ സംവരണത്തെ മറയാക്കുന്ന കുടില തന്ത്രം ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന്റെ കടക്കലാണ് കത്തിവെക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അടിവേരിളകുന്നതിന്റെ സൂചനകൾ വ്യക്തമായിട്ടുണ്ട് BJPക്ക്. 2029 തെരഞ്ഞെടുപ്പ് ബാലികേറാ മലയാകുമെന്ന ബോധ്യത്തിലാകണം വരാനിരിക്കുന്ന സെൻസസിന് പോലും കാത്തുനിൽക്കാതെ 2029 തെരഞ്ഞെടുപ്പിന് മുൻപേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സീറ്റെണ്ണം ഏത് വിധേനയും വർദ്ധിപ്പിച്ച് അധികാരം നിലനിർത്താനുള്ള ശ്രമം. അതിന് വനിതാ സംവരണത്തോളം മറ മറ്റെന്താണ്? BJPയുടെ ലക്ഷ്യം വനിതാ സംവരണമോ വനിതകളുടെ ഉന്നമനമോ അല്ല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിലം തൊടാനാകാത്ത BJPക്ക് അധികാരം നിലനിർത്തണമെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മൃഗീയ ഭൂരിപക്ഷം കൂടിയേ തീരൂ. BJPക്ക് മുൻതൂക്കമുള്ള ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ തുടങ്ങിയ 8 സംസ്ഥാനങ്ങളുടെ മാത്രം സീറ്റെണ്ണം 207 നിന്ന് 543 വർദ്ധിക്കും. 77% ആ വർധനവിലൂടെ പാർലമെന്റിലെ സീറ്റ് വിഹിതം 38.1 നിന്ന് 43.1% വർദ്ധിക്കും. കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വിഹിതം 24.3% നിന്ന് 20.7% കുറയും. ഇതാണ് BJPയുടെ വനിതാ സ്നേഹത്തിന് പിന്നിൽ. ജനസംഖ്യാ നിയന്ത്രണം മാതൃകാപരമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളുടെ അവകാശ നിഷേധത്തിനപ്പുറം മറ്റെന്താണ് തിടുക്കപ്പെട്ട മണ്ഡല പുനർനിർണയം കൊണ്ട് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്? വനിതകളുടെ പേരിൽ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കലോ മണ്ഡല പുനർനിർണയത്തിന്റെ ലക്ഷ്യം? പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം എൻകൗണ്ടറിലേക്ക്. ഈ ചർച്ചയിൽ അതിഥികളായി ചേരുന്നവർ അഡ്വക്കേറ്റ് വസന്ത് സിറിയ കോൺഗ്രസിൽ നിന്ന്, ഡോക്ടർ PK ഗോപൻ CPIM-ൽ നിന്ന്, അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ BJP-യിൽ നിന്ന്, മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ഞാൻ ശ്രീ പത്മനാഭനിലേക്ക് പോകുകയാണ്. ശ്രീ പത്മനാഭൻ, വനിതാ സംവരണം എന്ന ആവശ്യത്തിന് ദീർഘകാലത്തെ ചരിത്രമുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഈ സംവരണം നടപ്പിലാക്കണമെങ്കിൽ പാർലമെന്റിൽ അടക്കം സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നതിൽ തന്നെ ഒരു സ്ത്രീവിരുദ്ധ എലമെന്റ് ഉണ്ട്. അതിനപ്പുറം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അവകാശം, പ്രാതിനിധ്യം അത് വലിയ നിലയിൽ കുറയാൻ കാരണമാകും ഈ പുതിയ ഭേദഗതി, പുതിയ നിർദ്ദേശം എന്നുള്ളതാണ് പൊതുവിൽ പ്രതിപക്ഷത്തിന്റെ ആശങ്ക. അതിലൊരു ജനാധിപത്യ വിരുദ്ധതയുണ്ട്, സ്വാഭാവികമായും ആശങ്കയ്ക്ക് അടിസ്ഥാനവുമുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ പ്രതിഷേധങ്ങൾ പ്രതീക്ഷിക്കാതെ ആയിരുന്നോ ഈ തീരുമാനം? 2001 ഭരണഘടനാ ഭേദഗതി വായിച്ചു നോക്കിയിട്ടുണ്ടോ? 84 ഭരണഘടനാ ഭേദഗതി വായിച്ചു നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല. 2026 സെൻസസിന് ശേഷം, അതായത് 2026 ശേഷം നടക്കുന്ന സെൻസസ് വരെ ഡീലിമിറ്റേഷൻ ഫ്രീസ് ചെയ്തതാണ്. ഇപ്പോൾ 2027 നമ്മുടെ സെൻസസ് അവസാനിക്കും. അപ്പോൾ ആ 2026 ശേഷം നടക്കുന്ന സെൻസസിൽ, അതായത് 2027 അവസാനിക്കുന്ന സെൻസസിന് ശേഷം ഡീലിമിറ്റേഷൻ നടത്താം. അതുകൊണ്ടാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവരുന്ന സമയത്ത് ആർട്ടിക്കിൾ 81, 82, 170 ഇതിനൊക്കെ അനുസൃതമായിട്ടേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതോടൊപ്പം പാർലമെൻറ്റിൽ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന മഹാന്മാർക്കൊന്നും സാധിക്കാത്തൊരു കാര്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വനിതകൾക്ക് ഞങ്ങൾ 33% സംവരണം കൊണ്ടുവരുന്ന നിയമം പാസാക്കി, ഭരണഘടനാ ഭേദഗതി പാസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2027 ശേഷം നടക്കുന്ന സെൻസസിൽ, ആ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഡീലിമിറ്റേഷൻ നടത്തുമ്പോൾ നേരത്തെ തന്നെ പാസാക്കി വെച്ചിട്ടുള്ള വനിതാ സംവരണം നടപ്പിലാക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. അപ്പോൾ ഇത് രണ്ടും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ പുതിയ അന്ന് 84 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം വനിതാ സംവരണം കൂടി നടപ്പിലാക്കുക എന്ന
തികച്ചും ഭരണഘടനാപരമായ നിയമപരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഭരണഘടനാപരമായ അതിനാണ് ബില്ല് നിയമപരമായ അവതരിപ്പിച്ചത്. കാര്യങ്ങൾ ഇനി ചെയ്തോളൂ, അതിനകത്ത് ഒരു പ്രതിപക്ഷങ്ങൾക്ക് തർക്കവുമില്ലല്ലോ. അഭിപ്രായം മാത്രമല്ല വനിതാ സംവരണം നടപ്പിലാക്കരുത് എന്നൊരു ആവശ്യം അതാരും മുന്നോട്ട് വെക്കാനും സാധ്യതയുമില്ല. ഞാൻ ചോദിക്കുന്നത് 2023 പാസാക്കിയ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ആ ഭേദഗതി അത് നടപ്പിലാക്കണമെങ്കിൽ, അതായത് നോക്കൂ, 35% വനിതാ സംവരണം നടപ്പിലാക്കണമെങ്കിൽ നിലവിലുള്ള സീറ്റുകളുടെ എണ്ണം അത് കുത്തനെ വർദ്ധിപ്പിച്ചേ തീരൂ എന്നതിന്റെ ലോജിക് എന്താണ് ശ്രീ പത്മനാഭൻ? അത് മാത്രമാണ് പ്രശ്നം. അതാണ് 84-ാം ഭരണഘടനാ ഭേദഗതി. അത് വായിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. ഈ ആളുകൾ പുറപ്പുറത്ത് കയറി പ്രസംഗിക്കുന്നത് 84-ാം ഭരണഘടനാ ഭേദഗതി വായിച്ചു നോക്കായിട്ടാണ്. അതായത് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. 2026 ശേഷം നടക്കുന്ന സെൻസസിന് വരെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് ഡീലിമിറ്റേഷൻ. അപ്പൊ ഈ സെൻസസ് നടപടി അവസാനിക്കുമ്പോൾ 27 ആവും. അപ്പൊ 26 ശേഷമുള്ള സെൻസസ് ആവും. അപ്പോൾ അത് നടത്തണം. ആർട്ടിക്കിൾ 82 പറയുന്നത് എല്ലാ സെൻസസ് കഴിഞ്ഞാലും ഡീലിമിറ്റേഷൻ വേണമെന്നാണ്. പക്ഷെ നമ്മൾ തന്നെ അത് ഫ്രീസ് ചെയ്തു. 26 ശേഷം നടക്കുന്ന സെൻസസ് വരെ ഫ്രീസ് ചെയ്തു. ഇപ്പൊ ആ സെൻസസ് ആരംഭിച്ചു. അപ്പൊ അത് അവസാനിക്കുമ്പോൾ 27 ആവും. അപ്പൊ 27 ആവുമ്പോൾ 27 ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഈ ഡീലിമിറ്റേഷൻ വേണം. അങ്ങനെ ഡീലിമിറ്റേഷൻ നടത്തുന്ന സമയത്ത് വനിതാ സംവരണ ബില്ലിന്റെ അവിടെ പാസ്സാക്കി വെച്ചതുണ്ട്. അത് ഒരുമിച്ച് നടപ്പിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത് ഒരുമിച്ച് നടപ്പിലാക്കാൻ സാധിക്കും. നടത്താൻ പോകുന്നത് അതിനെക്കുറിച്ചല്ല ചോദ്യം. ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് താങ്കൾ പറയുന്ന വാദമൊക്കെ 2023 ഈ ഭേദഗതി പാസ്സാക്കുമ്പോൾ, വനിതാ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട ഈ നിയമം പാസ്സാക്കുമ്പോൾ അത് 2024 തെരഞ്ഞെടുപ്പിൽ തന്നെ നടപ്പിലാക്കണമെന്നുള്ളതായിരുന്നല്ലോ അന്ന് പ്രതിപക്ഷ കക്ഷികൾ പ്രധാനമായും മുന്നോട്ട് വെച്ച ആവശ്യം. എന്താണ് അന്ന് അത് നടപ്പിലാക്കാൻ സാധിക്കാതിരുന്നത്? അത് നീട്ടിവെച്ചത് ആരാണ്? പിന്നീട് അത് ഡീലിമിറ്റേഷനൊപ്പം മാത്രം നടപ്പിലാക്കാൻ സാധിക്കും. അത് ശരിയാണ്, താങ്കൾ പറയുന്ന പോലെ അതിനൊപ്പം നടപ്പിലാക്കാൻ സാധിക്കും. അതിലാർക്കാണ് തർക്കം? അതുകൊണ്ടാണല്ലോ അത് നടപ്പിലാക്കാനായി നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് അങ്ങനെ നടപ്പിലാക്കാൻ തീരൂ എന്നൊരു നിർബന്ധ ബുദ്ധിയുണ്ടോ? അതെന്തിനാണ്? അത് ഡീലിമിറ്റേഷന് ശേഷം റിസർവേഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എനി ചേഞ്ച് ഇൻ റിസർവേഷൻ ക്യാൻ ഓൺലി ബി കണ്ടക്ടഡ് ആഫ്റ്റർ ഡീലിമിറ്റേഷൻ. ഡീലിമിറ്റേഷന് ശേഷമേ റിസർവേഷനിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതൊന്നും ഞങ്ങൾ കൊണ്ടുവന്ന ഭരണഘടനാ ശില്പികൾ എന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയിൽ ജനസംഘത്തിന് പ്രതിനിധീകരിച്ച് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. ഞങ്ങൾക്ക് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. മിക്കവാറും എല്ലാ അംഗങ്ങളും, ബഹുഭൂരിപക്ഷ അംഗങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടവരാണ്. അവരാണ് ആർട്ടിക്കിൾ 82 പാസ്സാക്കിയത്, 81 പാസ്സാക്കിയത്, 170 പാസ്സാക്കിയത്. അപ്പോൾ ഡീലിമിറ്റേഷൻ വരണമെങ്കിൽ, എനി ചേഞ്ച് ഇൻ റിസർവേഷൻ, സംവരണത്തിൽ മാറ്റം വരണമെങ്കിൽ സെൻസസ് വരണം, ഡീലിമിറ്റേഷൻ വരണം, എന്നിട്ടേ സംവരണത്തിന് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. ഇവരൊക്കെ തന്നെ പാസ്സാക്കിയ നിയമത്തെ ഇവരൊക്കെ തന്നെ തരാതരം അവസരം അല്ല. ഏറ്റവും ലേറ്റസ്റ്റ് സെൻസസ് 26 ശേഷം, അതായത് 27 ഇപ്പൊ തുടങ്ങിയ സെൻസസ് അവസാനിക്കും 27 ആവും. ആ സമയത്ത് അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ആക്ട് വായിച്ചു നോക്കിയില്ല. ആക്ടിൽ പറഞ്ഞത് ആസ് പെർ ദി ലേറ്റസ്റ്റ് സെൻസസ് വേണമെന്നാണ്. ആസ് പെർ ദി ലേറ്റസ്റ്റ് സെൻസസ് വേണമെന്നാണ്. ഇത് നടപ്പിലാക്കുമ്പോൾ ആധികാരികമാകുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന സെൻസസ് 2011 സെൻസസ് അല്ലേ? അത് 15 വർഷം മുൻപത്തതാണ്. എന്താ ഈ പറയുന്നത്? നിയമം പാസ്സാക്കി പിറ്റേന്ന് നടപ്പിലാക്കാൻ പറ്റുമോ? ഒരു കമ്മീഷനെ വെച്ചിട്ട് കമ്മീഷൻ ഇന്ത്യയിലെ സാധാരണക്കാരന് മുതൽ അങ്ങ് നിയമവിദഗ്ധരുടെ വരെ അഭിപ്രായം തേടണ്ടേ? അവരുടെയൊക്കെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിശാസ്ത്രപരമായ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നല്ലോ, അതൊന്നും ഉണ്ടായില്ലല്ലോ സർ. സർവകക്ഷി യോഗം കൊണ്ടൊന്നും അല്ല, പാർലമെന്റിനുള്ളിൽ സർവകക്ഷി ഉണ്ടല്ലോ. അവിടെ ചർച്ച ചെയ്ത് ഇത് പാസ്സാക്കിയതിന് ശേഷം കമ്മീഷൻ വന്ന്, കമ്മീഷന് മാസങ്ങളുടെ ഒരുപക്ഷെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ജോലിയുണ്ട്. ഈ രാജ്യത്ത് എല്ലാവരും അഭിപ്രായം ചോദിക്കണോ? ഇത് ഇന്ദിരാഗാന്ധി ഭരണഘടന ഭേദഗതി ചെയ്തോണല്ല, സഞ്ജയ് ഗാന്ധിയോടും RK ധവാനോടും മാത്രം ചോദിച്ച് ശങ്കർ റായ് ബംഗാൾ മുഖ്യമന്ത്രി അവരുടെ ഔദ്യോഗിക അഭിഭാഷകനായ റായിയോടും ചോദിച്ചു മാത്രം ചെയ്യുന്നതല്ല. ഇത് 42-ാം ഭരണഘടനാ ഭേദഗതിയോ 39-ാം ഭരണഘടനാ ഭേദഗതിയോ അല്ല. ഇന്ദിരാഗാന്ധി അടുക്കളയിൽ നിന്ന് തീരുമാനിക്കുന്നതല്ല. ഇതിന് ശേഷം ഈ രാജ്യത്തൊരു സുപ്രീം കോടതി ജഡ്ജിന്റെ അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ വരും. ആ കമ്മീഷൻ ഇതിരുന്ന് പഠിച്ച് എല്ലാവരുടെയും അഭിപ്രായം കേട്ടിട്ട് വേണം ഇവിടെ ഡീലിമിറ്റേഷൻ കൊണ്ടുവരാൻ. ഇവിടെ നിയമസഭാ മണ്ഡലങ്ങൾ, ലോക്സഭാ മണ്ഡലങ്ങൾ തരംതിരിക്കാൻ, അതിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ, അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഘടനയുടെ കാര്യത്തിൽ തീരുമാനിക്കാൻ. ഭൂമിശാസ്ത്രപരമായ ഘടന നോക്കണം, ജനസംഖ്യാ ഘടന നോക്കണം. ജനസംഖ്യാ ഘടന നോക്കണം എന്ന് ഞങ്ങളല്ല പറഞ്ഞത്, 82 പറഞ്ഞതാ. BJP ഉണ്ടാക്കിയതൊന്നല്ല.
അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ഇത് ഈ ആഴ്ച പാസ്സാക്കി അടുത്ത ആഴ്ച നടപ്പിലാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിന് സമയമെടുക്കും. ഇത് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴൊക്കെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുള്ളൂ. ഇത് ഒരു ലോങ് പ്രോസസ്സാണ്. ഇതിനെന്തോ 4 ദിവസത്തെ പരിപാടിയായിട്ടൊന്നും ചിത്രീകരിക്കേണ്ട. ഇത് മറ്റേ എന്താ മുൻകാല പ്രാബല്യത്തോടെ ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയെടുത്ത അല്ലെങ്കിൽ നടപ്പിലാക്കിയ ഇന്ദിരാഗാന്ധി ചെയ്ത പണിയൊന്നും ഞങ്ങൾ ചെയ്യില്ല. അതൊക്കെ ഇവിടെ സമയമെടുത്ത് ചർച്ച ചെയ്ത് എല്ലാ വിഭാഗം ആളുകളുടെ അഭിപ്രായം തേടിയതിന് ശേഷമാണ് ഓരോ നിയോജക മണ്ഡലങ്ങളും പുനർനിർണ്ണയിക്കാൻ പോകുന്നത്, എണ്ണം നിശ്ചയിക്കാൻ പോകുന്നത്. പാർലമെന്റിൽ കൊണ്ടുവരികയും പാസ്സാക്കുകയും പിന്നീട് നടപ്പിലാക്കുകയും ചെയ്ത എല്ലാ നിയമവും അപ്പോൾ താങ്കൾ പറയുന്നത് പോലെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുകയും അതിന്റെ അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും അതനുസരിച്ചുള്ള മാറ്റം വരുത്തിയിട്ടാണോ എന്നുള്ളത് പോയകാല ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. കൂടുതൽ ചർച്ച പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ വളരെ ലളിതമായി പറയുകയാണ് ഇത് രണ്ടും ഒരുമിച്ച് മാത്രമാണ് നടപ്പിലാക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഇതിന് ഇത്ര മാനദണ്ഡങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ വാസ്തവത്തിൽ വനിതാ സംവരണത്തിനെതിരാണ് പ്രതിപക്ഷം, അല്ലെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്യുന്നവരൊക്കെയും എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം പോലും ഇവിടെ നടത്തിയിട്ടുണ്ട്. വനിതാ സംവരണവും ഡീലിമിറ്റേഷനും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളായി മാത്രം പരിഗണിക്കേണ്ട വിഷയങ്ങളാണോ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അസിത, അത് രണ്ടും രണ്ട് വ്യത്യസ്തമായ വിഷയങ്ങളാണ്. ഇവിടെ ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായി അത് പരിഗണിക്കണം എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതാ പാർലമെന്റിൽ വന്നിരിക്കുന്ന ബില്ല്. തീർച്ചയായും വനിതാ സംവരണം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതനുസരിച്ച് ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിച്ചു. വനിതാ സംവരണം 2023 ബില്ലിൻ്റെ രൂപത്തിൽ വന്നു. യാതൊരു ആക്ഷേപവുമില്ലാതെ അത് പാസ്സായി. അത് നടപ്പാക്കിയെടുക്കേണ്ടതാണ്. അത് നടപ്പാക്കിയെടുക്കണമെങ്കിൽ അന്ന് വെച്ചിരുന്നൊരു റൈഡറാണ് പിന്നീടുള്ള ജനസംഖ്യ കണക്കെടുപ്പ്, സെൻസസ് ഡെലിമിറ്റേഷൻ അനുസരിച്ചുള്ള സെൻസസ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ റിസർവേഷൻ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതും സാധിക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ ഇതാ വളരെ നിർദോഷമെന്ന് തോന്നാം 2011 അത് 15 വർഷം മുൻപത്തെ ജനസംഖ്യാ കണക്കനുസരിച്ച് അതാണല്ലോ ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ട ഏറ്റവും അവസാനത്തെ സെൻസസ്. അപ്പോഴാണ് ഇതുവരെയുള്ള ചർച്ചകളിലൊക്കെ നമ്മൾ അതാണ് കേട്ടിരുന്നത്. ഇപ്പോൾ അതല്ല എന്നുള്ളതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അല്ല, അതൊരു ഒരു ആംഗിൾ അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ, അദ്ദേഹം അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഇപ്പോൾ നിലവിലുള്ള 543 നിയോജക മണ്ഡലങ്ങൾ, ഈ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ 1/3 എന്ന് പറയുമ്പോൾ അതനുസരിച്ച് സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുക്കാവുന്നതേ ഉള്ളൂ. വനിതാ റിസർവേഷൻ അതനുസരിച്ച് കൊടുക്കുന്നതിൽ നിയമപരമായി യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊരു ഭേദഗതിയിലൂടെ അത് റെഡിയാക്കാം. അപ്പോൾ അടുത്ത 71 സെൻസസ് അനുസരിച്ചാണ് ഇപ്പോൾ 543 എന്നത് ഫ്രോസണായി വെച്ചത്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ 1971 സെൻസസ് ഏതാണ്ട് 76 അടിയന്തരാവസ്ഥ സമയത്താണ് ഏതാണ്ട് 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഒരു ക്ലോസ് ആയിരുന്നത്. അതായത് ഫ്രോസൺ ഫോർ 25 years. അതിനുശേഷം ആ ഫ്രീസിംഗ് പോയിന്റ് മാറിയത് 2001 അന്ന് പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ NDA സർക്കാരാണെന്ന് ഭരിക്കുന്നത്. അപ്പോൾ NDA സർക്കാരും അതിൻ്റെ ഒരു ഇൻ പ്രിൻസിപ്പിൾ ഒരു ഡിസ്പാരിറ്റി ഉണ്ടാകും. വലിയ രീതിയിൽ ജനസംഖ്യാ നിയന്ത്രണം ചില സംസ്ഥാനങ്ങൾ പാലിച്ചു. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാര്യമായ ജനസംഖ്യാ നിയന്ത്രണമില്ല. അതുകൊണ്ട് ഒരു ഫെഡറൽ ഫീച്ചർ ഉണ്ടാകേണ്ട ഒരു സതുദ്ദേശപരമായി വീണ്ടും ഒരു 25 വർഷത്തേക്ക് ഇത് ഫ്രീസ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് 543 മണ്ഡലങ്ങൾ എന്നത് 1971 സെൻസസ് അനുസരിച്ചുള്ള കണക്കും 1976 ഫ്രോസനായി നിന്നതുമാണ്. ഇപ്പോൾ 50 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പം ന്യായമായി നമുക്കൊരു ആർഗ്യുമെൻറ്റിൻ്റെ രൂപത്തിൽ പറയാം, 50 വർഷം കഴിഞ്ഞല്ലോ, എന്തുകൊണ്ട് ജനസംഖ്യ ആനുപാതികമായി, എന്തുകൊണ്ട് സെൻസസ് അനുസരിച്ച് ജനസംഖ്യ ആനുപാതികമായി, എന്തുകൊണ്ട് നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം ക്രമീകരിച്ചുകൂടാ? ഇവിടെ വരുന്ന ഒരു വിഷയമുണ്ട്. നോക്കൂ, നമ്മുടെ ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളം. 20 പാർലമെൻറ്റ് അംഗങ്ങളെ അയക്കുന്ന ഒരു സംസ്ഥാനം. ഉത്തർപ്രദേശ് ഏറ്റവും വലിയ സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം, 80 പാർലമെൻറ്റ് അംഗങ്ങളെ അയക്കുന്ന സംസ്ഥാനം. ഇതിനിടയിൽ ഇതുവരെയുള്ള 2011 വരെയുള്ള കണക്കനുസരിച്ച് നോക്കിയാൽ ഏതാണ്ട് 79% പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായി ഉത്തർപ്രദേശിൽ. കേരളത്തിൽ നാമമാത്രമായ ഗ്രോത്താണ് ഉണ്ടായത്. രാജസ്ഥാനിൽ ഏതാണ്ട് 100% ഗ്രോത്താണ് ഉണ്ടായത്. മധ്യപ്രദേശിലും ബീഹാറിലും ഏതാണ്ട് തത്തുല്യമായ 80%-അടുപ്പിച്ചുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായി. ഈ പോപ്പുലേഷൻ ഗ്രോത്ത് 2011 സെൻസസ് അനുസരിച്ച് ആണെങ്കിൽ പോലും
റിഫ്ലക്റ്റ് ചെയ്ത് അത് മണ്ഡലങ്ങളുടെ എണ്ണമായി ക്രമീകരിച്ചാൽ വളരെ വലിയ ഒരു അപ്പർ ഹാൻഡ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കിട്ടും. ഇനി നോക്കൂ, ഉത്തർപ്രദേശിലെ 80, ബീഹാറിലെ 40, മധ്യപ്രദേശിലെ 40, രാജസ്ഥാനിലെ 25, ഇതെല്ലാം കൂടെ ചേർത്ത് ഛത്തീസ്ഗഡിലെ സീറ്റുകൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഈ ഹിന്ദി ഹാർട്ട്ലാൻഡ് ഉത്തരേന്ത്യ എന്ന് വ്യാപകവൽക്കരിച്ചിട്ട് കാര്യമില്ല. ഹിന്ദി ഹൃദയഭൂമി, അതിൽ എക്സ്ട്രീം നോർത്ത് കാശ്മീർ പോലെയുള്ള സംസ്ഥാനങ്ങൾ, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഡൽഹി, പഞ്ചാബ് ഒക്കെ മാറ്റി നിർത്തി ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്ന ഇടത്തെ മാത്രം വെയിറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള 35% നിന്നും അത് 40-42% മാറുകയാണ്. ആ വെയിറ്റേജ് തന്നെ മാറുകയാണ്. അതനുസരിച്ച് വന്നാൽ തെക്കേ ഇന്ത്യയുടെ വെയിറ്റേജ് വളരെയധികം കുറയുകയാണ്. 24-25% നിന്നും 20% ആ വെയിറ്റേജ് കുറയുകയാണ്. പക്ഷേ സീറ്റ്സിൻ്റെ കാര്യത്തിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ഒരു ഗ്രോത്ത് ഉണ്ടാകും ജനസംഖ്യ ആനുപാതികമായി ആണെങ്കിൽ. നോക്കൂ, കേരളവും തമിഴ്നാടും കർണാടകയും ആന്ധ്രാപ്രദേശും ഒക്കെ തെലുങ്കാനയും ഒക്കെയാണല്ലോ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന് നിർദ്ദേശം അനുസരിച്ചുകൊണ്ടും സ്വയം കൺവിക്ഷനോടുകൂടിയും കൃത്യമായ ജനകീയ ആസൂത്രണത്തിലൂടെയൊക്കെ ജനസംഖ്യ കുടുംബാസൂത്രണത്തിലൂടെ കൃത്യമായ ജനസംഖ്യ നിയന്ത്രണം പാലിച്ച് പോപ്പുലേഷൻ കൈവിട്ടു പോകാതെ നോക്കി. അതിൽ ഏറ്റവും ഉദാത്തമായ മാത്രം കേരളം തന്നെയാണ്. ആ ഒരു കാര്യം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിന് 71 ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായിരുന്ന ഒരു കേന്ദ്രത്തിലെ ഒരു വിഹിതം എല്ലാ അർത്ഥത്തിലും ജനസംഖ്യാനുപാതികമാണെങ്കിൽ പവറിൻ്റെ അടിസ്ഥാനത്തിൽ, റിസോഴ്സ് അലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ, മറ്റേതെങ്കിലും കാര്യത്തിൽ, ഇനി MP-മാർ കിട്ടുന്ന ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും അത് വലിയ തോതിൽ കുറയാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അവഗണിക്കപ്പെടുന്നു, ഒരു ഫാക്ടറേ അല്ലാതാവുന്നു. ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രം, അതായത് ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങൾ മാത്രം ചേർന്ന് പുനഃസംഘടിപ്പിക്കപ്പെടുന്ന ഇപ്പോൾ വന്നിരിക്കുന്ന ബില്ലനുസരിച്ച് 850 സീറ്റുകളാണ്. അതിൽ 400ഓളം സീറ്റുകൾ ഈ 5-6 സംസ്ഥാനങ്ങൾ ചേർന്ന് നേടിയെടുക്കുകയാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അന്ന് 71-ൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ 91-ൽ അല്ല 2001-ൽ അത് വ്യത്യസ്തമായ രീതിയിൽ ഒരു ഫ്ലെക്സിബിൾ ഫോർമേഷനാണ്. എങ്ങനെ നോക്കിയാലും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നതിന് മുന്നിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷമാണുള്ളത്. ഇപ്പോൾ അത് BJPക്ക് അനുകൂലമാണ്. നാളെ അത് കോൺഗ്രസിനോ റീജിയണൽ പാർട്ടിക്കോ അനുകൂലമാവില്ല എന്ന് ഉറപ്പ് പറയാനാവില്ല. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായി വടക്കേ ഇന്ത്യയുടെ, പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയുടെ മേധാവിത്വം, പൊളിറ്റിക്കൽ ഡോമിനൻസ് ഉൾപ്പെടെ നിരന്തരം പാർലമെന്റിൽ ഉറപ്പുവരുത്തുകയും BJPക്ക് ഒറ്റയ്ക്ക് ജയിച്ചു വരികയും ചെയ്യാവുന്ന അന്തരീക്ഷം സംജാതമാവുക എന്നതാണ്. ഇതെല്ലാം മാറ്റി നിർത്തി അസിത ഒന്നുകൂടി കാര്യങ്ങൾ നോക്കാം. വേണമെങ്കിൽ ചില ദോഷക ദൃക്കുകൾ പറയും ഇതൊന്നും ബാധകമല്ല, കൃത്യമായ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി വിതരണം ചെയ്താൽ പോരെ. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ജനസംഖ്യ 35 കോടി മാത്രമായിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ച 1950-ൽ, 47-50-ലെ കണക്കനുസരിച്ച്. ഇന്ന് 4 ഇരട്ടി വർദ്ധിച്ചിരിക്കുന്നു. 145 കോടിയാണ് ഇന്ത്യയുടെ ജനസംഖ്യ. അതനുസരിച്ച് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ 1885 സീറ്റുകൾ പാർലമെന്റിൽ ഉണ്ടാകണം. പുതിയ പാർലമെന്റ് ബിൽഡിങ്ങിൽ പോലും ഇരിക്കാൻ സൗകര്യമുള്ളത് 880 സീറ്റുകൾ മാത്രമാണ്. ഇപ്പോൾ പറയുന്നത് 850, 815 സീറ്റുകൾ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചും 35 സീറ്റുകൾ കേന്ദ്രഭരണ പ്രദേശങ്ങളെ പ്രതിനിധീകരിച്ചുമാണ്. എങ്ങനെ വന്നാലും ഒരു അൺവീൽഡി നമ്പറും കൂടി ആവുകയാണ്. ഈ 543-നെ കൃത്യമായി നിയന്ത്രിക്കാൻ പലപ്പോഴും സ്പീക്കർക്ക് കഴിയാറില്ല. ആകപ്പാടെ കഴിഞ്ഞ പാർലമെന്റിൽ, 17-ാം പാർലമെന്റിൽ കേവലം 55, ശരാശരി ഒരു വർഷം 55 പാർലമെന്റ് സമ്മേളനങ്ങൾ മാത്രമാണ് ലോക്സഭയിൽ നടന്നത്. ആദ്യ പാർലമെന്റിലൊക്കെ 145 ദിവസം വരെ ഒരു വർഷം പാർലമെന്റ് സമ്മേളനം ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. അതുകൊണ്ട് പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുന്ന ജംബോ പാർലമെന്റ് എങ്ങനെ മുന്നോട്ട് പോകും എന്നതുകൂടി ചേർത്ത് വായിച്ചെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ വർധനവിന്റെ യഥാർത്ഥ ചിത്രം നമുക്ക് മനസ്സിലാകൂ. ഓക്കെ, ഞാൻ മടങ്ങി വരാം. അഡ്വക്കേറ്റ് വസന്ത് ശ്രീക്ക് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളുടെ ഒക്കെ യോഗമുണ്ടായിരുന്നു. സംയുക്തമായി തന്നെ അതിനെ എതിർക്കാൻ തീരുമാനിക്കുന്നുമുണ്ട്. ഇപ്പോൾ ശ്രീ പത്മനാഭൻ വിശദീകരിക്കുന്നത് പ്രകാരമാണെങ്കിൽ ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. ഇതുകൊണ്ട് മണ്ഡല പുനർനിർണ്ണയം നടക്കേണ്ടതാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്ദിരാഗാന്ധി ആയിരുന്നു അത് 25 വർഷത്തേക്ക് ഫ്രീസ് ചെയ്തത്. പിന്നീട് വാജ്പേയി വരുമ്പോഴും അത് തുടരുന്നു. അതിനുള്ള കാരണമായി തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ നിലയിൽ ഒരു തുല്യമായിട്ടല്ലാതെ ഉള്ളൊരു വിതരണം അവിടെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തുടരുകയും ചെയ്യുന്നു. പിന്നീട് കാലങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് ഉണ്ടാകേണ്ടതാണ്. അതോടൊപ്പം തന്നെ വനിതാ സംവരണവും നടപ്പിലാക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഒരുമിച്ച് നടപ്പിലാക്കിയാൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. മറ്റൊരു ആശങ്ക ഈ സെൻസസുമായി ബന്ധപ്പെട്ടാണ്. അത് 2001-ലേതല്ല, 2011-ലേതല്ല, ഇനി പൂർത്തിയാക്കാൻ പോകുന്ന സെൻസസ് ആണെന്നാണ് ശ്രീ പത്മനാഭൻ പറയുന്നത്.
അല്ല, അദ്ദേഹം മാത്രമാണ് അത് പറയുന്നത്. എം പിമാർക്ക് വിതരണം ചെയ്ത ലെറ്ററിലോ അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ ആരും തന്നെ ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം പറയുന്ന 84th അമെൻമെന്റ് ആണല്ലോ. 84th അമെൻമെന്റിന്റെ ലക്ഷ്യം തന്നെ ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നതിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുന്നുണ്ട്. ആ സംസ്ഥാനങ്ങളെ പുറകോട്ടടിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അതിനുവേണ്ടി അവർ കരുതി വെച്ച, അവർ മാറ്റിവെച്ച അവരുടെ എഫോർട്ട് ഉണ്ടല്ലോ, ആ എഫോർട്ടിനെ അംഗീകരിക്കുക എന്നുകൂടി കണ്ടുകൊണ്ടാണ് 84th അമെൻമെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് പാർലമെന്റിൽ വരുന്നതും നടപ്പിലായി വരികയും ചെയ്യുന്നത്. അപ്പോൾ 84ാമത്തെ അമെൻമെന്റിനെ എടുത്ത് ഇങ്ങനെ അങ്ങ് സവിസ്തരം വിവരിക്കുമ്പോൾ ആ അമെൻമെന്റിന്റെ ലക്ഷ്യം തന്നെ അന്നുണ്ടായിരുന്ന കേന്ദ്ര സർക്കാരുകൾ ഈ സംസ്ഥാനങ്ങളോടാകെ ആവശ്യപ്പെട്ട ജനസംഖ്യാ നിയന്ത്രണം എന്ന് പറയുന്ന ഒരാവശ്യം, ആ ആവശ്യത്തോട് പ്രതിപത്തി പുലർത്തിയ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്നതിന് തുല്യമായിരുന്നു, അവരെ അംഗീകരിക്കുന്നതിന് തുല്യമായിരുന്നു. ആ സമയത്തൊരു ഈ പറയുന്ന മണ്ഡലം പുനർനിർണയത്തിലേക്ക് പോയാൽ അത് ഇക്വാലിറ്റി നഷ്ടപ്പെടുത്തുമെന്നും നമ്മൾ ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സംവിധാനത്തെ തന്നെ, അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇന്ത്യ എന്ന് പറയുന്ന വിവിധ നാട്ടുരാജ്യങ്ങളെ ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അല്ലാതെ നമ്മൾ ഇന്ത്യ എന്നല്ല പറയുന്നത്, കേന്ദ്രം എന്നല്ല പറയുന്നത്. വി ഷാൾ എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്, വിവിധ സ്റ്റേറ്റുകളുടെ യൂണിയനാണ്, ഒരു ഫെഡറൽ സംവിധാനമാണിത്. ആ ഫെഡറൽ സംവിധാനത്തിന്റെ അച്ചുതണ്ടിനെ തന്നെ തകർക്കാനുള്ള രീതിയിൽ മുമ്പോട്ട് പോകാൻ പാടില്ല എന്നുകൊണ്ടാണ് കണ്ടുകൊണ്ടാണ് 84th അമെൻമെന്റ് മുമ്പോട്ട് വരുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആ 84th അമെൻമെന്റിനെ വിശ്വസിച്ച് അതിനുശേഷമുള്ള 25 വർഷം, അതായത് 2001 to 2026, ആ 25 വർഷം കേരളം അടക്കം ഈ ജനസംഖ്യാ നിയന്ത്രണത്തിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളാണ്. തമിഴ്നാടാവട്ടെ, ആന്ധ്രയാവട്ടെ, കർണാടകയാവട്ടെ, കേരളമാവട്ടെ, ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാകെ ഈ 84th അമെൻമെന്റിനെ വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിനെ വിശ്വസിച്ചുകൊണ്ട് ജനസംഖ്യാ നിയന്ത്രണത്തിൽ വലിയ മുന്നോട്ട് പോകൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ചെയ്യരുതായിരുന്നു എന്നാണോ BJP സർക്കാരും കേന്ദ്രവും പറയുന്നത്? നോക്കൂ, എവിടെയാണ് പ്രശ്നം? ഇതൊരു ഷുഗർ കോട്ടഡ് പോയിസൺ ആണ് എന്ന് നമ്മൾ പറയാനുള്ള കാരണം എവിടെയാണ്? ഒന്ന്, വനിതാ സംവരണ ബില്ല് പാസ്സായതാണ്. ആ പാസ്സായ ബില്ല് ഇനിയും എടുത്ത് ചർച്ച ചെയ്ത് ഇതിന്റെ കൂടെ കൂട്ടിക്കുഴച്ച് പാസ്സാക്കുകയുള്ളൂ അല്ലെങ്കിൽ നടപ്പിലാക്കുകയുള്ളൂ എന്ന വാശി ആർക്കാണ്? സെൻസസിന് ആഫ്റ്റർ ദ സെൻസസ്. അതാണല്ലോ ഞാൻ പറഞ്ഞു വരുന്ന പ്രശ്നം. ലീഗലി അങ്ങനെ ഒരു ടെക്നിക്കാലിറ്റിയേ ഇല്ല. ഒരു റിസർവേഷൻ പാസ്സാക്കാൻ വേണ്ടി ഈ പറയുന്ന എന്താ പറയുന്നത്, മണ്ഡലം പുനർനിർണയം നടത്തേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യകതയും ഇല്ല എന്ന് ആർക്കും മനസ്സിലാവും. ഏത് സാമാന്യ LLB ബിരുദമുള്ളവർക്കും അത് മനസ്സിലാവും. അത് നടപ്പിലാക്കാൻ അങ്ങനെ ഒരു ബാരിയർ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബാരിയർ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഇവർ 2023 ഈ ബില്ല് പാസ്സാക്കിയത്? ഇപ്പൊ പാസ്സാക്കിയാൽ മതിയായിരുന്നല്ലോ. എന്തിനാണ് 3 വർഷം മുമ്പേ അതിനുവേണ്ടി കാത്തിരുന്നത്? ഇനി 2026 വരെ ഇത് മാറ്റിവെക്കുകയും 84th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിനെ ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ 2027 പൂർത്തിയാവുന്ന സെൻസസിനെ ബേസ് ചെയ്ത് വേണം മണ്ഡലം പുനർനിർണയം നടത്താൻ, അല്ലെങ്കിൽ ഈ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട റിസർവേഷൻ നടത്താൻ. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? 2011 ബേസ്. 2011 അല്ല ബേസ് എന്ന് നിയമമന്ത്രി പറഞ്ഞിട്ടില്ല, കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല, നാഷണൽ മീഡിയാസ് ആരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ 2011 ബേസ് എന്ന് തൽക്കാലം വിശ്വസിക്കാൻ പറ്റും. അല്ലാതെ പത്മനാഭൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ വൃത്തങ്ങളെല്ലാം നൽകുന്ന റിപ്പോർട്ടുകളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ 2011 ബേസ് എങ്കിൽ 16 വർഷം പിന്നെ പുറകോട്ടടിക്കുകയാണ് ആണല്ലോ. 16 വർഷത്തിന്റെ പിറകിലുള്ള ഒരു സെൻസസ് ബേസ്ഡ് ഡാറ്റയെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് അതിനുശേഷം ഉണ്ടായ ഒരു പോപ്പുലേഷൻ ഹൈക്കിനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുക? ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇപ്പൊ നേരത്തെ മോഹൻ വർഗീസ് സാർ വളരെ കൃത്യമായി പറഞ്ഞു, ഈ പറയുന്ന ഹിന്ദി ഹോട്ട് ലാൻഡ്, അവിടെ നിന്നാണ് എല്ലാ കാലത്തും BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ അവർ പുറകിൽ പോയെങ്കിലും അവരുടെ ബഹുഭൂരിപക്ഷം സീറ്റുകളും വരുന്നത് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നാണ്. അവിടെയാണ് സംഘ് പരിവാറിന് വേരോട്ടമുള്ളത്. ആ സ്ഥലങ്ങളിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊരു നാരോ മൈൻഡഡ് പൊളിറ്റിക്സ് ചിന്തിച്ചാൽ അത് BJPക്ക് അനുകൂലമാകും എന്നതുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത് എന്ന് ചിന്തിച്ചേക്കാം. അതും ഒരു റീസൺ ആണ്. പക്ഷേ എവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത്? നിലവിൽ കേരളം 1 രൂപ കൊടുക്കുന്നു, നമുക്ക് കേന്ദ്ര സർക്കാർ തിരിച്ചു തരുന്നത് എത്രയാ? 60 പൈസയാ അല്ലെങ്കിൽ 70 പൈസയാ. എന്നാൽ ഉത്തർപ്രദേശ് 1 രൂപ കൊടുക്കുമ്പോൾ ഫണ്ട് അലോക്കേഷന്റെ കാലത്ത് 2, 3, 4, 5 കിട്ടുന്നു. അവിടെയാണ് ഒരു കളക്റ്റീവ് ഫോഴ്സായി നിന്നുകൊണ്ട് MPമാരാണല്ലോ ഫണ്ട് അലോക്കേഷൻ പിടിച്ചു മേടിക്കേണ്ടത്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ടീമായി നിന്ന് സംസാരിക്കേണ്ടത്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ ശബ്ദമുയർത്തേണ്ടത് MPമാരാണ്. അപ്പോൾ ആ MPമാരുടെ എണ്ണം ഭൂരിപക്ഷം ഈ പറയുന്ന സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുറയുകയും ചെയ്യുമ്പോൾ എന്തുണ്ടാവും? നമ്മൾ മാർജിനലൈസ്ഡ് ആവും, നമ്മൾ സൈഡ് ലൈൻഡ് ആവും. നമ്മുടെ MPമാർ
ഇപ്പോ അത് BJP ഇനി ഇവിടുന്ന് ഒരു MP ഉണ്ട്, അല്ലെ 10 MP ഉണ്ടെന്നിരിക്കട്ടെ, പോട്ടെ 20 സീറ്റ്. നിലവിലെ അവസ്ഥയിൽ 20 സീറ്റിലും BJPയുടെ MP കേരളത്തിൽ നിന്ന് ജയിച്ചു എന്നിരിക്കട്ടെ. പക്ഷെ നമ്മളെന്താ ആസ് എ സ്റ്റേറ്റ് നമുക്കുള്ളത് വെറും 20 MP ഒരുപക്ഷെ ഉത്തർപ്രദേശിൽ ഇപ്പോൾ അത് 80 ഉണ്ട്. ഇപ്പോൾ പോലും ആ ഒരു ഇൻപാരിറ്റി ഇൻ ഇക്വാലിറ്റിയുള്ള ഒരു വലിയ ഗ്യാപ്പ് അത് ഇപ്പോൾ പോലും നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ 6 മാസം 7 മാസം മുമ്പ് നോക്കിയാൽ പഞ്ചാബിൽ വിഘടനവാദം കേൾക്കുന്നുണ്ട്. വിഘടനവാദം കേൾക്കാത്ത ഒരു സ്ഥലങ്ങളിലുമില്ല. ഈ പറയുന്ന ഇൻഇക്വാലിറ്റിയുടെ പേരിൽ, വിഘടനവാദത്തിന്റെ പേരിൽ രാജ്യത്ത് പ്രധാനമന്ത്രിയെ വരെ നഷ്ടപ്പെട്ട രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ വലിയ ഒരു ഗർത്തം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും ഇടയിൽ സ്ഥാപിച്ചാൽ അത് ഏത് തരത്തിലാണ് ഗുണകരമാകുക എന്ന് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. ഈ രാജ്യമുണ്ടായത് എങ്ങനെയാണെന്ന്, ഈ രാജ്യമുണ്ടായത് 500-ൽ പരം നാട്ടുരാജ്യങ്ങളെ ചിലയിടത്ത് ഭീഷണിപ്പെടുത്തേണ്ടടുത്ത് ഭീഷണിപ്പെടുത്തി, ആയുധം ഉപയോഗിക്കേണ്ടടുത്ത് ആയുധം ഉപയോഗിച്ച്, അനുനയിപ്പിക്കേണ്ടടുത്ത് അനുനയിപ്പിച്ച്, ചർച്ച ചെയ്യേണ്ടടുത്ത് ചർച്ച ചെയ്ത് ഉൾച്ചേർത്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത് നാനാത്വത്തിൽ ഏകത്വമുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അവിടെ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യനുണ്ട്, മുസൽമാനുണ്ട്, ജൈനനുണ്ട്, പാഴ്സിയുണ്ട്, അതിനപ്പുറത്ത് ഭാഷാപരമായ വേർതിരിവുകളുണ്ട്, കൾച്ചറൽ ഡിഫറൻസുകളുണ്ട്. ഇതിനെയെല്ലാം നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇതിനെയെല്ലാം ഒരു മുത്തുപോലെ കോർക്കാൻ പറ്റുന്നത് ഈ പാർലമെന്റ് സംവിധാനത്തിലാണ്. അതുകൊണ്ട് ഫെഡറലിസത്തെ തന്നെ തകർക്കുന്ന സംവിധാനമാണ്. ഫെഡറലിസത്തെ തന്നെ ആകെ തകർത്തുകൊണ്ട് സംഘ് പരിവാറിന് വേരോട്ടമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ കൊടുക്കുക. അപ്പൊ നോക്ക്, ഈ ഉത്തർപ്രദേശിൽ കൂടുതൽ സീറ്റുകൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഗുജറാത്തിൽ കൂടുതൽ സീറ്റുകൾ അലോക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാകുന്നത്? ഞങ്ങൾ കാരണം ഉത്തരേന്ത്യയിൽ ഒരുപാട് സീറ്റുകൾ നിങ്ങൾക്ക് കിട്ടി, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അലോക്കേഷനുകൾ, കൂടുതൽ റെപ്രസെന്റേഷൻ തന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നാളെ മോദി വോട്ട് പിടിക്കാൻ പോകുന്നത്. എന്താ സംശയമുണ്ടോ? മോദി ടീമിനെ സംബന്ധിച്ച്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച്, അമിത്ഷായെ സംബന്ധിച്ച് പഠിച്ച പണി 16 പയറ്റിയിട്ടും, പഠിച്ച പണിയുടെ അങ്ങേയറ്റം പയറ്റിയിട്ടും കേരളമോ തെലുങ്കാനയോ കർണാടകയോ തമിഴ്നാടോ ഒന്നും ഒരു പരിധിക്കപ്പുറത്തേക്ക് അവർക്ക് കൈ കൊടുക്കുന്നില്ല. ഒരു പരിധിക്കപ്പുറത്തേക്ക് അവരുടെ രാഷ്ട്രീയ ഇംഗിതത്തിനനുസരിച്ച് വഴങ്ങുന്നില്ല. ആ വഴക്കമില്ലായ്മയെ അടിച്ചൊതുക്കി അടിച്ചമർത്തി ഒരു മൂലക്കിരുത്താം എന്ന രീതിയിലുള്ള ഷുഗർ കോട്ടഡ് പോയിസൺ ആണ് ഈ ബില്ല് എന്നതിൽ സംശയം വേണ്ട. അതിന് ഏതറ്റം വരെ പോയി ഞങ്ങൾ എതിർക്കും. ഒപ്പം തന്നെ ശ്രീ PK ഗോപൻ 10 സെക്കൻഡ് ഞാൻ പൂർത്തീകരിക്കാം. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ അത്രയുമെങ്കിലും മുന്നേറ്റം നടത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചാലല്ലോ. ചിലപ്പോൾ ഒരു തവണ അടുത്ത തവണ ഞങ്ങളായിരിക്കും ഹിന്ദി ഹോട്ട് ഫോമിൽ ഹെർട്ട്ലാൻഡിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാൻ പോകുന്നത്. പക്ഷെ അവിടെ പോലും കോൺഗ്രസ് എന്ന് പറയുന്ന ആശയത്തിന് വളരെ കൃത്യമായ സ്റ്റാൻഡ് ഉണ്ട്. ഈ ഗർത്തം ഉണ്ടാക്കാൻ പാടില്ല സൗത്ത് ഇന്ത്യയുടെയും നോർത്ത് ഇന്ത്യയുടെയും ഇടയിൽ. ശരി. ഓക്കെ, ഞാൻ PK ഗോപനിലേക്ക് പോവുകയാണ്. ശ്രീ PK ഗോപൻ, കേൾക്കാൻ എല്ലാവരും ഇവിടെ കേന്ദ്ര സർക്കാർ കേൾക്കാൻ പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആരുടെയും ആശങ്കകൾ ബാക്കി നിർത്തിക്കൊണ്ട് ഒരു തീരുമാനവും എടുക്കുകയുമില്ല. പിന്നെ എന്തിനാണ് ഈ നിലയിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് തന്നെ പോകുന്നത്? ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം സംസ്ഥാനത്തിനടക്കം ഉണ്ടാകുന്ന ആശങ്കകൾ എണ്ണി പറയുന്നുണ്ട്. അങ്ങനെ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമേ ഇല്ല എന്നുള്ളതാണല്ലോ കേന്ദ്ര സർക്കാരിന്റെ വാദം. ശ്രീ PK ഗോപൻ. ശ്രീമതി അസിത, ആ വാദമാണല്ലോ നമ്മൾ ശ്രീ പത്മനാഭൻ സാറിലൂടെ കേട്ടത്. അദ്ദേഹത്തിൻ്റെ വാദം കേട്ടപ്പോൾ വിശ്വാസികളാണെങ്കിൽ എൻ്റെ ശ്രീ പത്മനാഭ എന്ന് വിളിച്ചു പോയേനെയായിരുന്നു. എന്തായാലും ഞാനങ്ങനെ തൽക്കാലം വിളിക്കുന്നില്ല. എത്ര നിഷ്കളങ്കമായിട്ടാണ് അദ്ദേഹം ഒരു കൊടുംചതിയെ വിശദീകരിക്കാൻ ഈ സായം സന്ധ്യ ഉപയോഗപ്പെടുത്തിയത് എന്ന് തോന്നും. കാരണം ഇത് കേൾക്കുന്നവരിൽ ആർക്കാണ് ഇവിടെ വിയോജിപ്പ്? വനിതാ സംവരണം ഏർപ്പെടുത്തുന്നതിൽ വിയോജിപ്പില്ലെന്ന് മാത്രമല്ല, വനിതാ സംവരണം എന്നുള്ളത് നമ്മുടെ ദീർഘകാലമായ ഡിമാൻഡാണ്. മണ്ഡലം പുനർനിർണ്ണയം ആർക്കെങ്കിലും തർക്കമുള്ള കാര്യമാണോ? എവിടെയാണ് പ്രശ്നം? വനിതാ സംവരണത്തെ മണ്ഡല നിർണയവുമായിട്ട് ബന്ധിപ്പിക്കാൻ പരിശ്രമിക്കുന്നു. അങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ട് അതിൽ ഒരു ഹിഡൻ അജണ്ട നടപ്പിലാക്കുന്നു. ആ ഹിഡൻ അജണ്ട നമുക്കെല്ലാവർക്കും അറിയാം. പശു വാലുയർത്തുമ്പോൾ ഒരു നാട്ടിൻ ചൊല്ലാണത്. എന്തിനാണ് പശു വാലുയർത്തിയതെന്ന് പശുവിനെ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത് പശു ബെൽറ്റിലേക്കുള്ള, കൗ ബെൽറ്റിലേക്കുള്ള ഒരു രാഷ്ട്രീയ കരുനീക്കമാണ് എന്ന് കണ്ടെത്തുന്നത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പകൽ വെളിച്ചത്തിലും രാത്രി വെളിച്ചത്തിലും ജീവിക്കുന്ന മനുഷ്യർക്കെല്ലാം ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇവിടെ സംഭവിക്കുന്നത്, നിലവിൽ 543 ലോക്സഭാ സീറ്റുണ്ട്. വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കി കഴിഞ്ഞു ഇന്ത്യ രാജ്യത്ത്. പ്രതിപക്ഷ കക്ഷികളുടെ വിയോജിപ്പും യോജിപ്പും എല്ലാം ഉൾച്ചേർത്തുകൊണ്ട് പലവിധ തർക്കങ്ങളിലൂടെ ഏതായാലും വനിതാ സംവരണ ബിൽ പാസ്സായി. ആ വനിതാ സംവരണ ബിൽ പാസ്സാക്കി അവർ ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞ് അവർക്ക് എപ്പോഴാണോ ആ ബില്ല് വേണ്ടി വരുന്നത് അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണ്, ഫ്രീസറിൽ നിന്ന് എടുക്കുകയാണ്.
അന്ന് പറഞ്ഞു 2029 ശേഷമേ ഇത് നടപ്പിലാവൂ. 2029 നടപ്പിലാവും എന്നല്ല പറഞ്ഞു. ഇപ്പം 2 ഇലക്ഷനാണ് ടാർഗറ്റ്, 2014, 2024, 2029. ഇപ്പോൾ അവർക്ക് മണ്ഡലം പുനർനിർണയം കൂടി ഇപ്പം നടത്തുന്നതിൻ്റെ യുക്തി എന്താണ്? ആ യുക്തി കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ അവരുദ്ദേശിച്ചതുപോലെ ഒരു മെജോറിറ്റിയിലേക്ക് വന്നില്ല. ഇപ്പോൾ ഇന്ത്യ സഖ്യമോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളോ തമ്മിലുള്ള തർക്കം അവസാനിപ്പിച്ച്, ഈഗോ അവസാനിപ്പിച്ച് ഒരു യോജിപ്പിലെത്തിയാൽ തീരാവുന്ന BJP ഉള്ള ഇന്ത്യ രാജ്യത്ത്. അപ്പോൾ അതവർ മനസ്സിലാക്കിക്കൊണ്ട് അവർ പാർലമെൻറ്റിൽ മെജോറിറ്റി ഉണ്ടാക്കാൻ അവരുടെ ബൗദ്ധിക കേന്ദ്രങ്ങൾ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ, നമ്മളാരെങ്കിലും ഉദ്ദേശിക്കുന്ന പോലെ അവരുടെ ബൗദ്ധിക കേന്ദ്രം എന്ന് പറഞ്ഞാൽ BJPയുടെ ഒരു നേതൃത്വമല്ല. അവരുടെ ബൗദ്ധിക കേന്ദ്രം നാഗപ്പൂരാണ്, RSS ആണ്. അവരുടെ പ്രത്യയശാസ്ത്രം 2025 ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കലായിരുന്നു. അത് ഭരണഘടന ഉപയോഗിച്ചോ പാർലമെൻ്ററി സംവിധാനം ഉപയോഗിച്ചോ ഹിന്ദുരാഷ്ട്രമാക്കാൻ പരിശ്രമിക്കുമെങ്കിൽ അങ്ങനെ നടക്കട്ടെ. അതല്ലാതെ വന്നാൽ അവരവരുടെ RSSൻ്റെ മിലിറ്ററി സംവിധാനം ഉപയോഗിക്കും. ഇപ്പോൾ അവർക്ക് പാർലമെൻ്ററി സംവിധാനത്തെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിനെയാണ് നിയോ ഫാസിസം എന്ന് പറയുന്നത്. പാർലമെൻ്ററി സംവിധാനത്തെ ഉപയോഗിച്ച് ഫാസിസം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, മണ്ഡല പുനർനിർണയത്തിലൂടെ ജനസംഖ്യ ഒരു മാനദണ്ഡമായിട്ടെടുത്താൽ ആരാണ് അതിൽ പരാജയപ്പെട്ടത്? ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്തിയവർ പരാജയപ്പെടും. ആ നിർദ്ദേശം രാജ്യവ്യാപകമായിട്ട് ഉയർന്നപ്പോൾ വെറുതെ നിങ്ങൾക്ക് 2 കുട്ടി മതി, 1 കുട്ടി മതി എന്ന് നിർദ്ദേശിച്ചാൽ ആളുകൾ 2 കുട്ടിയിലും 1 കുട്ടിയിലും ഒതുങ്ങില്ല. അതിന് ഏറ്റവും നല്ല ആയുധം എന്ന് പറഞ്ഞാൽ സാമൂഹികമായ അവയർനെസ് ഉൽപ്പാദിപ്പിക്കലാണ്. അത് ഉപദേശ പ്രസംഗങ്ങളിലൂടെ നടക്കില്ല. അത് നടക്കണമെങ്കിൽ സ്ത്രീ വിദ്യാഭ്യാസം ഉണ്ടാവണം. കേരളത്തിലെ സാക്ഷരത 97% കൂടുതലാണ്. സ്ത്രീ സാക്ഷരതയിൽ രാജ്യത്ത് മുന്നിൽ നിൽക്കുകയാണ് കേരളം. പുരുഷ സാക്ഷരതയിൽ നമ്മൾ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ദക്ഷിണേന്ത്യ പൊതുവെ സാക്ഷരതയിൽ കുറച്ചുകൂടി മുന്നിലാണ്, കേരളം പ്രത്യേകിച്ച് മുന്നിലാണ്. അപ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ പെറ്റുകൂട്ടാൻ മാത്രമുള്ള ഉപകരണമല്ലെന്ന് അവർക്ക് തോന്നലുണ്ടായി തുടങ്ങി. ആ തോന്നലിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ 2ലേക്കോ 1ലേക്കോ പ്രസവം ചുരുക്കിയത്. അല്ലാതെ പുരുഷന്മാരുടെ ആഗ്രഹപ്രകാരം മാത്രമല്ല, സ്ത്രീകളുടെ ഒരു മുന്നേറ്റത്തിൻ്റെ പ്രതീകമാണത്. അങ്ങനെ വന്നപ്പോൾ നമുക്കൊരു ആപത്തായിട്ട് ജനസംഖ്യാ നിയന്ത്രണം മാറുകയാണ്. വിദ്യാഭ്യാസം നന്നായിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ കാശ് തരത്തില്ല. നിങ്ങൾക്ക് വിളിച്ചാൽ വിളിയേക്ക് ദൂരത്തിൽ സ്കൂളുകളുണ്ട്, നിങ്ങൾക്ക് സ്കൂൾ നവീകരണത്തിൻ്റെ പൈസ തരില്ല. നിങ്ങൾക്ക് ഇന്ത്യയിലെ ആദ്യത്തെ 12 PH സെൻ്ററുകൾ കേരളത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് പ്രാഥമിക ആരോഗ്യത്തിനുള്ള പൈസ തരില്ല. ഈ യുക്തിയാണ് അവരിതിനകത്തും പ്രയോഗിക്കാൻ പോകുന്നത്. അത് കയ്യിൽ വെച്ചാൽ മതി പത്മനാഭൻ സാറേ, ഇത് നടക്കുന്ന കാര്യമല്ല. നിങ്ങൾക്ക് ഇപ്പോൾ പാർലമെൻറ്റിൽ 3-2 ഭൂരിപക്ഷം ഇല്ല. നിങ്ങൾ ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ പ്രതിപക്ഷ നേതൃത്വത്തെയായിട്ട് ആലോചിച്ചോ? പാർലമെൻറ്റിലെ രാഷ്ട്രീയ കക്ഷികളുടെ യോഗം വിളിച്ചോ? ഈ ബില്ല് മിനിഞ്ഞാന്നിന് മുമ്പ് നിങ്ങൾ ബില്ല് പുറത്താക്കിയോ? അതായത് കഴിഞ്ഞ 48 മണിക്കൂറിന് മുമ്പ് നിങ്ങൾ പുറത്തു കൊടുത്തോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ബില്ല് പുറത്തു കൊടുത്തോ? ഇനി തമിഴ്നാട്ടിലെ MP മാരെന്ത് ചെയ്യണം? ബംഗാളിലെ MP മാരെന്ത് ചെയ്യണം? അവരെവിടെ വന്ന് ഇത് ചർച്ച ചെയ്യും? അവരെ നിങ്ങൾ ബന്ധിപ്പിച്ചു. നിങ്ങൾ ബന്ധിപ്പിച്ചു എന്ന് പറയല്ല, അവർ ബന്ധിക്കപ്പെട്ടു. എവിടെ? ഇലക്ഷൻ്റെ ഭാഗമായി. അവർക്ക് തമിഴ്നാട്ടിൽ ജനങ്ങളെ കാണണ്ടേ? ബംഗാളിൽ ജനങ്ങളെ കാണണ്ടേ? മറ്റ് സ്റ്റേറ്റുകളിൽ ജനങ്ങളെ കാണണ്ടേ? നിങ്ങൾ FCRA കൊണ്ടുവന്നത് എപ്പോഴാണ്? കേരളത്തിൽ നിന്നാണ് ഒരു നല്ല സമ്മർദ്ദം വരാൻ സാധ്യത. അപ്പോൾ കേരളത്തിലെ ഇലക്ഷൻ സമയത്ത് FCRA കൊണ്ടുവന്നു. നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ലെന്നാണോ നിങ്ങൾ കരുതി വച്ചിരിക്കുന്നത്? നിങ്ങളുടെ തലയിൽ മാത്രമേ ആളുതാമസം ഉള്ളെന്നാണോ നിങ്ങൾ കരുതി വച്ചിരിക്കുന്നത്? ഇന്ത്യ രാജ്യത്തുള്ള ബാക്കിയുള്ള ആളുകളൊക്കെ നിങ്ങളെപ്പോലെ ഈ ഹോമോസോപ്പിയൻസിൻ്റെ ഉത്തുംഗതയിൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരല്ലേ? അതോ അവർ നിയാർത്താൽ മനുഷ്യരാണെന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? അവരും ബൗദ്ധികമായി ഉയർന്നവരാണ് സർ. നിങ്ങളെപ്പോലെ ക്രൂരബുദ്ധിയും കൗശലവും കുറച്ച് കുറവുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്. അതുകൊണ്ട് നിങ്ങൾ FCRA കൊണ്ടുവന്നത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഇപ്പോൾ ഇത് കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ആരും അങ്ങോട്ട് വരാൻ പാടില്ല, ബംഗാളിൽ നിന്ന് വരാൻ പാടില്ല. നിങ്ങൾ ജനാധിപത്യപരമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ ബില്ല് സർക്കുലേറ്റ് ചെയ്യണം. ബില്ലിൻ്റെ മേൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുമായിട്ട് ചർച്ച നടത്തണം. ചർച്ച നടത്തിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നത് വനിതാ സംവരണ ബിൽ കൊണ്ടുവരുന്നു ഞങ്ങൾ, പക്ഷേ അത് ഇവരെതിർക്കുന്നു. എന്തിനാ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കും നിങ്ങൾ? അതാണ് നിങ്ങളുടെ ഉദ്ദേശം. അതുകൊണ്ട് ഡീലിമിറ്റേഷൻ ഇതുമായിട്ട് കണക്റ്റഡേ അല്ല. ഡീലിമിറ്റേഷൻ തന്നെ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, എങ്ങനെയാണ് ഡീലിമിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു പരിഗണന വരത്തക്കവണ്ണവും അതിനൊരു കൃത്യമായ നോംസ് ഉണ്ടാവണം. നിങ്ങൾക്ക് സൗകര്യമുള്ള നോംസ് ഏതാ? നിങ്ങൾ പറഞ്ഞ ഈ സെൻസസ് കഴിഞ്ഞ ഒരു നോംസ് എടുക്കാം. ആ നോംസിൽ എങ്ങനെയാണ് വരുന്നത്? ജനസംഖ്യ കൂടി നിൽക്കും. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്തെ ജനസംഖ്യ ഇപ്പോഴുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അന്ന് ഭരണഘടനയ്ക്കകത്ത് ജനസംഖ്യാനുപാത പ്രശ്നം വരുമ്പോൾ അത് മതഗ്രന്ഥങ്ങളെ പോലെ ലോകത്തൊരു കാലത്ത് മാറ്റാൻ പറ്റാത്തതല്ല.
അത് ഭരണഘടനാ ഭേദഗതി അതുകൊണ്ട് അതിനകത്ത് നിഷ്കർഷിക്കുന്നത് ഓരോ കാലത്തിനനുസരിച്ച് ഇപ്പോൾ പിന്നെ 1800-കളിൽ ക്ഷേത്രപ്രവേശന വിളംബരം വന്നാൽ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമായിരുന്നോ? എന്തിന് 1937 ക്ഷേത്രപ്രവേശന വിളംബരം വന്നിട്ടും ഗുരുവായൂർ അമ്പലത്തിൽ നായരാതി പിന്നോക്കക്കാർ കയറിയത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമാണ്? കയറ്റിയില്ല അവിടെ. അപ്പൊ ഒരു ബില്ലെന്ന് പറഞ്ഞാൽ ബില്ലും സാമൂഹികമായ ഉത്കർഷയും ഏതാണ്ട് ഒരേ കാലത്ത് സഞ്ചരിക്കണം. ബില്ലുകൊണ്ട് മാത്രം നടക്കില്ല. അതുപോലെ സാമൂഹ്യമായ തിരത്തള്ളൽ കൊണ്ട് മാത്രം നടക്കില്ല. രണ്ടും ഒരുപോലെ ഉയർന്ന് ഉദിച്ചു വരുമ്പോഴാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുക. അപ്പോൾ സ്ത്രീ സംവരണം എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ എത്രയോ കൊല്ലം മുമ്പ് ചെയ്യേണ്ടതാണ്. പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള കക്ഷികളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ചെയ്യേണ്ടതാണ്. ചെയ്തില്ല. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അതിന് ഒരു മെയിൽ ഡോമിനേഷന്റെ സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് രാഷ്ട്രീയ നേതൃത്വം തിരിച്ചറിയണം. മെയിൽ ഡോമിനേറ്റഡ് ആണ് നമ്മുടെ ഭാഷ, നമ്മുടെ ആചാരം, നമ്മുടെ അനുഷ്ഠാനം, നമ്മുടെ വേഷം എല്ലാം മെയിൽ ഡോമിനേറ്റഡ് ആണ്. അർത്ഥനഗ്നനായ ഒരു പുരുഷൻ റോഡിൽ കൂടെ നടന്നു പോയാൽ ഒരു സ്ത്രീയും അയാളെ നഗ്നതയുടെ പേരിൽ ആക്രമിക്കുന്നില്ല. അർത്ഥനഗ്നയായ ഒരു സ്ത്രീ നടന്നു പോയി കഴിഞ്ഞാൽ പുരുഷൻ ആക്രമിക്കുന്നതിന്റെ കാരണം സ്ത്രീയുടെ നഗ്നതയാണെന്ന് പറയുന്നവരാ നമ്മൾ. നമ്മുടെ പഴഞ്ചൊല്ലുകളിലെല്ലാം സ്ത്രീ വിരുദ്ധതയാണ്. എന്തിന് ഞാൻ ഒരു കാര്യം കൂടി കൃത്യമായിട്ട് പറയാം. ശ്രീമതി അസിതയെ പോലുള്ള ആൾ ഈ ബില്ല് ഈ ചർച്ചയുടെ നയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം സ്ത്രീകളുടെ ശാരീരികമായ സവിശേഷതയെ സാമൂഹിക വിലക്കിനുള്ള ആയുധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. സ്ത്രീകളുടെ ശാരീരിക സവിശേഷതയെ 21-ാം നൂറ്റാണ്ടിൽ അത്തരം ഒരു സമ്പ്രദായത്തിൽ ജീവിക്കുന്നവരാ നമ്മൾ. ഒരു സ്ത്രീയെ ഏതെങ്കിലും ഒരു ഭരണത്തിന്റെ മേധാവിത്വ സ്ഥലത്ത് വെച്ചിട്ട് അവർക്ക് അതിനുള്ള അധികാരം കൊടുക്കാതിരുന്നാൽ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യാനുള്ള അവകാശം ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് അല്ല എന്ന് സ്ഥാപിച്ചു. ശ്രീ പത്മനാഭൻ, ഇവിടെ ഇപ്പോൾ ഈ ജനസംഖ്യ അനുസൃതമായി നടപ്പിലാക്കാൻ പോകുന്ന ഈ ഡീലിമിറ്റേഷൻ, ഇതിൽ നിന്നും ഉണ്ടാകുന്ന ഈ ഒരു അനുപാത രാഹിത്യമുണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചില കണക്കുകൾ നോക്കൂ. ഈ ഹിന്ദു ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ മാത്രം എണ്ണം എടുക്കുമ്പോൾ അത് 207-ൽ നിന്ന് 543 വർദ്ധിക്കുമെന്നുള്ളതാണ് കണക്ക്. അതായത് 77% വർധനവ്, 366 സീറ്റിന്റെ വർധനവാണ് അവിടെ മാത്രം ഉണ്ടാകുന്നത്. പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ അത് കുറയുകയാണ് ഉണ്ടാകുന്നത്. 24.3% നിന്ന് 20.7% കുറയുന്നു. ഇനി ബംഗാൾ പോലുള്ള കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ അത് 14.4% നിന്ന് 13.7% കുറയുകയാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടേത് 4.4% നിന്ന് 3.8% കുറയുകയാണ് ഈ സീറ്റിന്റെ അനുപാതത്തിലെ കണക്ക്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ അനുപാത രാഹിത്യത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും? ഇനി ഏറ്റവും പ്രധാനം എന്താണ്? ഈ അനുപാത രാഹിത്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടിയാണല്ലോ ഇപ്പോൾ ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയമായിരുന്നല്ലോ ഈ ജനകീയ ആസൂത്രണം എന്നത്. അപ്പോൾ അത് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾക്ക് ഈ നിലയിൽ കുറവുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഫെഡറൽ ബാലൻസ് എന്ന് പറയുന്ന ഒരു സംഗതി കൂടി ഇല്ലേ ഈ രാജ്യത്ത്? അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ആദ്യം ഇവർ പറഞ്ഞ നിയമപരമായി തെറ്റായ കാര്യം ഞാൻ പറയാം. ആർട്ടിക്കിൾ അതായത് 84-ാം ഭരണഘടനാ ഭേദഗതി എന്താ പറയുന്നത്? ദി ടോട്ടൽ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് സീറ്റ്സ് ഇൻ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ് റിമെയിൻ അൺചേഞ്ച്ഡ് അണ്ടിൽ 2026. നിലവിലുള്ള ലോകസഭയിലെ അസംബ്ലിയിലെയും സീറ്റുകളുടെ എണ്ണം 2026 വരെ മാറ്റം വരാൻ പാടില്ല. 1. 2. The amendment essentially keeps the political representation based on population figures from 1971 census with further readjustments delayed until the first census post 2026. പോസ്റ്റ് 2000 എന്ന് വെച്ചാൽ ഈ ഭരണഘടനാ ഭേദഗതി 84-ാം ഭരണഘടനാ ഭേദഗതി എന്തിനെ ഫ്രീസ് ചെയ്ത് നിൽക്കുന്നു? 1971-ലെ ജനസംഖ്യാ കണക്കെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന രാഷ്ട്രീയ പ്രാതിനിധ്യത്തെ, ജനകീയ പ്രാതിനിധ്യത്തെ 2026 ശേഷം നടക്കുന്ന സെൻസസ് വരെ നിർത്തിവെക്കുന്നു. അപ്പൊ 2026 ശേഷം നടക്കുന്ന സെൻസസ് പ്രകാരമേ ഇനി ഡീലിമിറ്റേഷൻ നടത്താവൂ എന്ന് 84-ാം ഭരണഘടനാ ഭേദഗതിയിൽ എഴുതി വെച്ചപ്പോൾ 2011-ലെയാണ്. 2011 ഞാൻ സംസാരിക്കും ഇടപെടരുത്. സാധ്യമല്ല എനിക്ക് ഞാൻ പറയുന്നത് മുഴുമിക്കാൻ ഒന്നുകിൽ എന്നെ സംസാരിക്കാൻ അനുവദിക്കുക. പറ്റില്ല. എനിക്ക് ഞാൻ പറയുന്ന നിയമമാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും എന്നെ പറയാൻ മറ്റുള്ളവർ 3 പേരും സംസാരിക്കുമ്പോൾ
നോ 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 ഈ രാജ്യമൊക്കെ അവിടെ നിൽക്കട്ടെ, രാജ്യമൊക്കെ ഞാൻ പറയാം. മറ്റുള്ളവർ 3 പേരും സംസാരിക്കുമ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നാണ്, ഞാൻ മുഴുമിക്കട്ടെ. 2026 ശേഷം നടക്കുന്ന 2026 ശേഷം നടക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പ് വരെ ഈ മണ്ഡല പുനർനിർണയം നിർത്തിവച്ചിരിക്കുന്നു. 84-ാം ഭരണഘടനാ ഭേദഗതി ഞങ്ങൾ ഒറ്റയ്ക്ക് പാസ്സാക്കിയതാ ആണോ? ഞങ്ങൾ ഒറ്റയ്ക്ക് പാസ്സാക്കിയതാ. വാജ്പേയി ഗവൺമെന്റിന് ഒരു കാലത്തും 3/2 ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. വാജ്പേയി ഗവൺമെന്റിന് ഒരു കാലത്തും 3/2 ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അന്ന് കോൺഗ്രസുകാരുടെ കൂടി സഹകരണത്തോടെ പാസ്സാക്കിയ 84-ാം ഭരണഘടനാ ഭേദഗതി പറയുന്നു 2026 ശേഷം നടക്കുന്ന സെൻസസ് വരെ എന്ത് നിർത്തിവെച്ചിരിക്കുന്നു? ഈ പുതിയ മണ്ഡല ക്രമീകരണം നിർത്തിവെച്ചിരിക്കുന്നു. കള്ളത്തരം പറയാ, കള്ളത്തരം പറയാ, കള്ളത്തരം പറയാ, കള്ളത്തരം പറയാ. ഇനി നിക്കട്ടെ നിക്കട്ടെ, അല്ലല്ല നിക്കട്ടെ നിക്കട്ടെ, ഇനി നിക്കട്ടെ നിക്കട്ടെ. അത് 82-ാം ആർട്ടിക്കിൾ ജനങ്ങളെയാണല്ലോ അവരോട് ഭരണഘടനാ ഭേദഗതി അല്ലല്ലോ അവർക്ക് വെക്കേണ്ടത്. ഞാൻ ചോദിക്കുന്നത് ഈ അനുവാദ രാഹിത്യത്തെ ഇത് അഡ്രസ് ചെയ്യുന്നുണ്ടോ? അത് പറയൂ താങ്കൾ. വായിക്കൂ, ഞങ്ങൾ പാസ്സാക്കിയതല്ല, ഞങ്ങൾ പാസ്സാക്കിയതല്ല. എന്തിനാണ് താങ്കൾ ഇങ്ങനെ ശോഭിക്കുന്നത് ശ്രീ പത്മനാഭൻ? ഞാൻ ചോദിക്കുന്നത് ഈ അനുവാദ രാഹിത്യത്തെ എങ്ങനെയാണ് നിങ്ങൾ അഡ്രസ് ചെയ്യാൻ പോകുന്നത്? കള്ളത്തരം പറഞ്ഞാ പിന്നെ കള്ളത്തരം പറയരുത്, കള്ളത്തരം പറയരുത്, നുണ പറയരുത്. 82-ാം ഭരണഘടനാ ഭേദഗതിയിൽ പറഞ്ഞതാണ് എല്ലാ ജനസംഖ്യാ കണക്കെടുപ്പ് കഴിഞ്ഞാലും മണ്ഡല പുനരേകീകരണം നടത്തണമെന്ന്. അത് ഫ്രീസ് ചെയ്തതാണ് 84-ൽ എല്ലാവരും കൂടി പാസ്സാക്കിയതാ, ഞങ്ങൾ ഒറ്റയ്ക്ക് പാസ്സാക്കിയതല്ല. അത് പ്രകാരം ഫ്രീസ് ചെയ്തു 26-ന് ശേഷം നടക്കുന്ന കണക്കെടുപ്പ് വരെ. പിന്നെ എങ്ങനെ 11-ലെ കണക്കാന്ന് പറയാ? അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ഇടയ്ക്കേറിയുള്ള ചോദ്യം വേണ്ട. പിന്നെന്താ എന്നോട് നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അത് പറയാൻ ഉത്തരം തരണം. 2 ഉത്തരം പറയാൻ സമയം തരണം. 2 ഏകപക്ഷീയം നടക്കും ഈ ഗവൺമെന്റിന്. നിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ അക്ഷമരാവണ്ട. നിങ്ങളുടെ പ്രശ്നം എനിക്ക് അറിയാം. നിങ്ങൾ ഇൻട്രോവിൽ സ്റ്റേറ്റ്മെന്റ് നടത്തിയ ആളാ, പ്രസ്താവന ഇറക്കിയ ആളാ നിങ്ങൾ ഇൻട്രോയിൽ. അതൊക്കെ ഞാൻ കേട്ട് മിണ്ടാതിരുന്നത് ഞാൻ പൊട്ടനായതുകൊണ്ടല്ല, എനിക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഭൂരിപക്ഷം ഇല്ല. അതിന്റെ ആവശ്യമില്ല. എന്റെ അവസരത്തിൽ എന്നെ സംസാരിക്കാൻ അനുവദിക്കണം. ഇടയ്ക്കൂടി കളകളകളാന്ന് പറയരുത്, അത് ശരിയല്ല. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോഴും 3/2 ഭൂരിപക്ഷം ഇല്ല. ഞങ്ങൾക്ക് ഇപ്പോഴും 3/2 ഭൂരിപക്ഷം ഇല്ല. ഈ പ്രതിപക്ഷത്തിന്റെ സഹകരണം ഇല്ലാണ്ട് ഇത് പാസ്സാക്കാൻ പറ്റൂല. അതുകൊണ്ടാ പറയുന്നത് 84 നിങ്ങളെ കൂടി പാസ്സാക്കിയതല്ലേ, നിങ്ങൾ സഹകരിച്ച് പാസ്സാക്കിയതല്ലേ. 26-ലെ സെൻസസ് കഴിയുന്നത് വരെ, അതിന് പോസ്റ്റ് 26 എന്ന് വെച്ചാൽ 26-ന് ശേഷം നടക്കുന്ന ഭരണഘടനാ കണക്കെടുപ്പ് ആരാ പാസ്സാക്കിയത്? അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് നടക്കുള്ളൂ. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഏറ്റവും ലേറ്റസ്റ്റ് സെൻസസ് 27-ലെ സെൻസസ് ആണെന്ന്. കാരണം 84-ാം ഭരണഘടനാ ഭേദഗതി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് 26 ഞാൻ ചോദിക്കുന്നത് ഈ അനുവാദ രാഹിത്യത്തെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ജനസംഖ്യ ആണല്ലോ ബേസ്. അതൊന്നും ഞങ്ങളല്ല കൊണ്ടുപോകുന്നത്, ഞങ്ങളല്ല. എന്റെ പൊന്നു സഹോദരി, ഞങ്ങളല്ല 82-ാം ഭരണഘടന ആർട്ടിക്കിൾ പാസ്സാക്കിയത്, ഞങ്ങളല്ല. ആർട്ടിക്കിൾ 82 ആണ് അങ്ങനെ പറയുന്നത്. ഭരണഘടനയിലുള്ള 82-ാം ആർട്ടിക്കിൾ പാസ്സാക്കിയവരാരാ? കോൺഗ്രസ്സുകാരാ. അങ്ങ് പറഞ്ഞ പോയിന്റ് ഞാനുമായി ബന്ധപ്പെട്ടാണല്ലോ ഉത്തരം പറയാം. അതായത് അദ്ദേഹം പറയുന്നത് 84th അമെന്റ്മെന്റിന്റെ ബേസിസിലാണ് ഇപ്പോൾ ഇത് നടക്കുന്നത് എന്നാണ് പറയുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ബേസ് ഡാറ്റ 2011 സെൻസസ് ആണ്. ഞാനിപ്പോൾ അസതയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇത് ഡീലിമിറ്റേഷൻ ബിൽ 2026 എന്ന് പറഞ്ഞുകൊണ്ട് എം പിമാർക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്ന ഡേറ്റ. അതിന്റെ ലക്ഷ്യം എന്താ? അതിന്റെ അത് പോപ്പുലേഷൻ, അത് അയാളോട് മിണ്ടായിരിക്കാൻ പറയും. അങ്ങ് പറഞ്ഞ ലോയാ വായിക്കുന്നത്, പറയരുത്. അതിന്റെ അകത്ത് പറഞ്ഞത് പോപ്പുലേഷൻ മീൻസ് ദ പോപ്പുലേഷൻ അസർട്ടൈൻഡ് അറ്റ് ദ ലേറ്റസ്റ്റ് സെൻസസ്.
അറ്റ് ദ ടൈം ഓഫ് ദിസ് ബിൽ എന്നാണ് അത് പറയുന്നത്. അതായത് ഈ ബില്ലിന്റെ സമയത്തുള്ള ലേറ്റസ്റ്റ് സെൻസസ്, ഈ ബില്ല് അടുത്ത ദിവസമാണ് പാസ്സാകാൻ പോകുന്നത്. അപ്പൊ 2027 സെൻസസ് ഒരു കാരണവശാലും ആസ് പെർ ദിസ് ബിൽ എന്താവില്ല, ലേറ്റസ്റ്റ് സെൻസസ് ആവില്ല. നിലവിൽ ഈ ബില്ല് പാസ്സാകുമ്പോൾ, അതായത് ഈ ബില്ലിൽ തന്നെ പറയുന്നത് എടുത്തു നോക്കിയാൽ, ഈ ബില്ല് പാസ്സാകുന്ന സമയത്ത്, പാസ്സായാൽ അല്ലെങ്കിൽ ബില്ല് പ്രസന്റ് ചെയ്യുന്ന സമയത്തെ ബില്ല് പ്രശ്നം എന്ന് പറയുന്നത് എംപിമാർക്ക് കൊടുത്തതിനെ കുറിച്ച്, എംപിമാർക്ക് കൊടുത്ത ആ ബില്ലിനെ കുറിച്ചാണ് ഭരണഘടനാ ഭേദഗതി എന്താ പറയുന്നത്? 84 ഭരണഘടനാ ഭേദഗതി എന്താ പറയുന്നത്? അല്ല, നിങ്ങൾ ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നതിൽ ആ ബില്ലിൽ തന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യം 84th അമെന്റ്മെന്റിന്റെ കൺസ്ട്രെയിൻ മാറ്റുക എന്നുള്ളതാണ്. മനസ്സിലായോ? ആ കൺസ്ട്രെയിൻ എടുത്തു മാറ്റിക്കൊണ്ട് 2026 പൂർത്തിയാകാൻ പോകുന്നത്, 2027 പൂർത്തിയാകാൻ പോകുന്ന സെൻസസ് വരെ വെയിറ്റ് ചെയ്യേണ്ടതില്ല എന്നതാണ് ഈ ബില്ലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്. അങ്ങ് പുതിയ ബില്ല് വായിക്കൂ. അങ്ങ് 2001 2005 ബില്ലൊന്നും വായിക്കണ്ട. ഞാൻ ബില്ല് വായിച്ചു. ആ ബില്ലിൽ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ നുണ പറയുമ്പോ ഉണ്ടാവുന്ന പ്രശ്നം, ഞാൻ ബില്ലാണ് വായിച്ച് കേൾപ്പിക്കുന്നത് ശ്രീ പത്മനാഭൻ. അങ്ങത് കേൾക്കാതെ ഇങ്ങനെ ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്നാൽ ഒരു സാധാരണ ബില്ലിന് ഭരണഘടനാ ഈ ചർച്ചയിൽ അതുപോലെ ഇടപെടാൻ. പക്ഷേ ഇത് ഈ ബില്ലുമായി ബന്ധപ്പെട്ട അതിന്റെ ലീഗൽ ടെക്നിക്കാലിറ്റിയാണ് സംസാരിക്കുന്നത്. അത് ജനം കേൾക്കണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങ് ഒരു മിനിറ്റ് ഒന്ന് വഴങ്ങൂ. അങ്ങ് പറഞ്ഞെന്താ, 84th അമെന്റ്മെന്റ്, ആ 84th അമെന്റ്മെന്റ് പ്രകാരമാണ് നിങ്ങൾ ഇത് നടപ്പിലാക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് 2027 സെൻസസിന് ശേഷം മാത്രമേ ഇങ്ങനൊരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഈ ബില്ലിൽ തന്നെ നിങ്ങൾ പറയുന്ന രണ്ടാം പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ബില്ലിൽ നിങ്ങൾ വാട്ട് ഈസ് പോപ്പുലേഷൻ അല്ലെന്നേ പറയട്ടെന്ന്. പിന്നെന്തിനാ ഇപ്പോൾ നിങ്ങൾ ബില്ല് കൊണ്ടിരുന്നത്? ഇപ്പൊ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ആ കൺസ്ട്രെയിൻ എടുത്തു മാറ്റുക എന്നൊരു ലക്ഷ്യം കൂടി ഈ ബില്ലിനുണ്ട്. 2026 ശേഷം നടക്കാൻ പോകുന്ന 2027 സെൻസസ് നടപടിക്ക് ഇല്ലെന്ന് ആ ബില്ല് അവതരിപ്പിക്കുന്നതാണോ നടപടിക്രമം? അല്ലല്ലോ, നോ. ബില്ല് അവതരിപ്പിക്കുന്നതല്ല നടപടിക്രമം. ഒന്നെങ്കിൽ അങ്ങേ ആരോ മണ്ടനാക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങ് മണ്ടത്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സാമാന്യ ലീഗൽ സെൻസ് എന്താ ഈ ബില്ലിന്റെ പോപ്പുലേഷനെ പറ്റി പറഞ്ഞത്? മറ്റുള്ളവർക്കും ഉണ്ടാകുമല്ലോ ശ്രീ പത്മനാഭൻ. ഇപ്പോൾ വസന്തിന്റെ അവസരമാണ്. അദ്ദേഹം അത് പൂർത്തിയാക്കട്ടെ. അദ്ദേഹം ബില്ലിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. എന്റെ സഹിഷ്ണുത ഇല്ലാണ്ടാക്കി ഇരുന്നിട്ടില്ലേ? പോയില്ലേ? അത് നിങ്ങൾ മണ്ടന്മാരായിട്ടാണോ? പാർലമെന്റിൽ ആപ്കി ബാർ ചാക്സോ പാർ എന്ന് പറഞ്ഞു നടന്നിട്ട് നിതീഷ് കുമാറിന്റെയും മറ്റേ തെലുങ്ക് ദേശം പാർട്ടിയുടെ അവസ്ഥ ഉണ്ടായില്ലേ? അത് നിങ്ങൾ മണ്ടന്മാരായിട്ടാണോ? അതുകൊണ്ട് പാർലമെന്റിലെ സീറ്റിന്റെ കണക്കൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ല, ഉത്തർപ്രദേശിൽ നിങ്ങൾ പറയും പോയില്ലേ? നിതീഷ് കുമാർ തെലുങ്ക് ദേശം പാർട്ടി നിങ്ങളുടെ അതിൽ കൂടുതൽ എന്ത് ബല നിങ്ങളുടെ സർക്കാരിനുള്ളത്? എന്ത് ബല നിങ്ങളുടെ സർക്കാരിനുള്ളത്? നിങ്ങളുടെ നായകൻ വിളിച്ചു പറഞ്ഞോണ്ടോ എവിടെ ചാക്സോ പാർ പത്മനാഭ? പാർലമെന്റ് സീറ്റിന്റെ ബേസിസിലൊന്നും ഒരു പാർട്ടി അങ്ങ് വിലയിരുത്താൻ നിൽക്കണ്ട. അത് ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ ഉള്ള മെജോറിറ്റി ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് ഡിഫീറ്റഡ് ആയിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ മടങ്ങി വന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി തോറ്റുപോയി. അവിടെ ഞങ്ങൾ മടങ്ങി വന്ന പാർട്ടി. അത് വിട്ട് വർത്താനം പറ. ഞങ്ങൾ 2 സീറ്റ് ഞാൻ പറഞ്ഞത് പോപ്പുലേഷൻ എന്നതുമായി ബന്ധപ്പെട്ട ഒരു ഡെഫിനിഷൻ ഈ ബില്ലിൽ നൽകിയിട്ടുണ്ട്. ആ ബില്ല് പറയുന്ന പോപ്പുലേഷൻ ലേറ്റസ്റ്റ് സെൻസസ് ഡാറ്റയാണ്. ലേറ്റസ്റ്റ് സെൻസസ് ഡാറ്റ എന്ന് പറയുന്നത് നിലവിൽ അത് 2011 ഡാറ്റയാണ്. ഇനി അങ്ങ് പറയുന്നത് പോലെ 2027 നടക്കുന്ന സെൻസസിന് ശേഷം മാത്രമാണ് ഈ ബില്ല് ആക്ട് ആവാൻ പോകുന്നതെങ്കിൽ എന്തിനാണ് 10 ദിവസം കൂടി കാത്തിരിക്കാതെ
29-ാം തീയതി അവസാനിക്കാൻ പോകുന്ന ബംഗാൾ തെരഞ്ഞെടുപ്പിന്, 29-ാം തീയതി കൊണ്ട് അവസാനിക്കാൻ പോകുന്ന തമിഴ്നാട് തെരഞ്ഞെടുപ്പിന്, ആസാം തെരഞ്ഞെടുപ്പിന് കാത്തിരിക്കാതെ 10 ദിവസം മുമ്പ് പെട്ടെന്നൊരു ദിവസം ഓട് പൊളിച്ച് നൂലിൽ കെട്ടി ഈ ബിൽ അവതരിപ്പിക്കാൻ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഈ 13-ാം തീയതി, ഈ പറയുന്ന 16-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചർച്ചയ്ക്ക് പാർലമെന്റ് സമ്മേളനം വിളിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് 29-ാം തീയതി ഈ സംസ്ഥാനങ്ങളിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് തീരും. എന്താ നിങ്ങൾക്ക് 10-12 ദിവസം കാത്തിരുന്ന പ്രശ്നം? 27-ആണ് ബേസ് ഡേറ്റ് എങ്കിൽ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ അസതയ്ക്ക് അയച്ചു, പ്രിയപ്പെട്ട പത്മനാഭൻ അങ്ങുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും BJP MPയോട് ചോദിച്ചാൽ അങ്ങേക്ക് ഈ ബില്ല് ലഭ്യമാകും. അത് വായിച്ചു നോക്കൂ. ആ ബില്ലിൽ പറയുന്നത് ഈ 84th അമെന്റ്മെന്റിന്റെ 2026 സെൻസസ് ബേസ് ഡേറ്റ എന്ന് പറയുന്ന കൺസ്ട്രെയിൻ എടുത്തു മാറ്റുക എന്ന ലക്ഷ്യമാണ് ഈ ബില്ലിൽ. അതിന്റെ അർത്ഥം 2011 സെൻസസിന്റെ ബേസ് ഡേറ്റ വെച്ചുകൊണ്ടാണ് നിങ്ങൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടത്താൻ പോകുന്നത്. ഇനി ഞാൻ വായിച്ച കാര്യമാണല്ലോ, ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ ചർച്ചയില്, എന്നിട്ട് അങ്ങനെ കേൾക്കാൻ തയ്യാറായിട്ട് എന്താ? ജനങ്ങളെ കേൾക്കാൻ സമ്മതിക്കൂ. ഇനി പോട്ടെ, 2027 നിങ്ങളുടെ ബേസ് ഡേറ്റ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിലും പ്രശ്നമാണല്ലോ. 2027 ആകുമ്പോൾ 140-150 കോടി ജനമുള്ളിടത്ത് 10 ലക്ഷത്തിന് 1 MP ആണെങ്കിൽ, നേരത്തെ മോഹൻ വർഗീസ് സാർ അത് ചോദിച്ചു, നിങ്ങൾ 1400 MPമാരെ കൊണ്ടുവരുമോ? 1400 MPമാരെ കൊണ്ടുവരുമോ? ഇല്ലല്ലോ. അത്രയും പേർക്ക് നിങ്ങൾ സീറ്റ് അലോക്കേറ്റ് ചെയ്യോ? കൃത്യമായ മോഹൻ വർഗീസ്, അടിസ്ഥാനപരമായി ഇവിടെ ചില ആശങ്കകളാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും ഒരു വലിയ മാറ്റത്തിലേക്ക് തന്നെ രാജ്യം പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടി. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഇതുവരെ ഭരണകക്ഷിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടിയായിരുന്നു ഒരു സർവകക്ഷി യോഗം ഉൾപ്പെടെ ആദ്യം വിളിക്കണമെന്നുള്ള പ്രതിപക്ഷം ആവശ്യപ്പെട്ടതും അത് ഉണ്ടായതുമില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ സാഹചര്യത്തിൽ ഈ ഘട്ടത്തിൽ സംശയങ്ങൾ ഉണ്ടാകും. ആ സംശയങ്ങളെ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കില്ലേ? അത് പാർലമെന്റിൽ എത്തിയ ശേഷം മാത്രം സംസാരിക്കാം, ചർച്ച ചെയ്യാം എന്ന നിലപാട് എത്രമാത്രം ശരിയാണ്? തീർച്ചയായും ജനങ്ങളുടെ മുന്നിൽ ഒരു വ്യാപകമായ എലിസിറ്റിംഗ് പബ്ലിക് ഒപ്പീനിയൻ വേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഫണ്ടമെന്റൽ വിഷയമാണ്, മറ്റ് ഉപരിപ്ലവമായ ഒരു കാര്യമൊന്നുമല്ല. ഇന്ത്യയുടെ ഭാവിയെ, ഒരു ഫെഡറൽ ഡെമോക്രാറ്റിക് ഭാരതത്തിൻ്റെ ഭാവിയെ സംബന്ധിക്കുന്ന വളരെ ക്രൂഷ്യലായ ഒരു മാറ്ററാണ്. അത്രയ്ക്ക് ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതിയിൽ ഒന്നാണ് ഇപ്പോൾ ഈ പ്രോസസ്സാണ് നമ്മൾ സെറ്റിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ സാങ്കേതികതയിൽ പിടിച്ചുകൊണ്ട് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്, എന്താണ് അതിൻ്റെ പശ്ചാത്തലം, ഇങ്ങനെയൊക്കെ സംസാരിച്ച് യഥാർത്ഥത്തിൽ ലാർജർ പിക്ചർ നമ്മൾ മറന്നു പോകരുത്. എന്താണ് ലാർജർ പിക്ചർ? ഭാരതത്തിലെ ഓരോ പൗരനും അസിത ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യം, നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം സഹസ്രാബ്ദങ്ങൾ യാതൊരു പോറലും കൂടാതെ നിലനിൽക്കണം. നാഷണൽ ഇൻറ്റിഗ്രേഷൻ എന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഫിസിപ്രസ് ടെൻഡൻസീസ് ഉണ്ടാവരുത്. ഏതെങ്കിലും ഒരു പ്രദേശം അവഗണിക്കപ്പെട്ടു എന്ന ഒരു ഫീലിംഗ് ഉണ്ടാകരുത്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് പോകേണ്ടി വരും. എത്രയോ കൂലങ്കക്ഷമായ ചർച്ചകളാണ് അവിടെ നടന്നത്. തീർച്ചയായും ജനസംഘത്തിന് അവിടെ കാര്യമായ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. അത് അന്നത്തെ ഒരു രാഷ്ട്രീയം അങ്ങനെയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു തേരോട്ടമായിരുന്നു അവിടെ അന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ ഭരണഘടനാ നിർമ്മാണ സമയത്ത് ഭരണഘടനാ പിതാക്കന്മാർ അംബേദ്കർ ആൻഡ് കമ്പനി അവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, നാട്ടുരാജ്യങ്ങൾ ചേർന്നാണ് ഭാരതം ഉണ്ടാകുന്നത്, അതുപോലെ ബ്രിട്ടീഷ് പ്രോവിൻസുകൾ. അപ്പോൾ ഇതിനൊരു നിശ്ചിത അനുപാതത്തിലാണ് അവരെല്ലാം പറഞ്ഞ് ചിലരെയൊക്കെ കജോള് ചെയ്തുകൊണ്ടും ചിലരെയൊക്കെ നിർബന്ധമായി കൂട്ടിച്ചേർത്തുകൊണ്ടും അങ്ങനെയാണ് ഇൻറ്റഗ്രേഷൻ പ്രോസസ്സ് വന്നത്. അതിന് മുൻപായി ഭരണഘടനാ നിർമ്മാണം സംഭവിച്ചു. അവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഘടന എന്തായിരിക്കണം, ആ ഘടന തീരുമാനിക്കുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു പാറ്റേണിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ നാട്ടുരാജ്യങ്ങളുണ്ട്, വലുതും ചെറുതുമായ നാട്ടുരാജ്യങ്ങളുണ്ട്. പക്ഷേ ഒരു നിശ്ചിത അനുപാതത്തിൽ പവർ ഷെയറിങ് നടക്കണം. ഭാവിയിലും ആ വലിയ ഡിസ്പാരിറ്റി ഉണ്ടാകരുത്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും പിന്നീട് വലിയ ഡിസ്പാരിറ്റി ഉണ്ടായാൽ അത് ക്രമീകരിക്കാൻ വേണ്ടിയുള്ള ചോദിക്കാൻ ശ്രമിച്ചത് അതാണ്. പക്ഷെ അദ്ദേഹം അതിന് വഴങ്ങിയില്ല. ഇപ്പോൾ 2011 സെൻസസ് അല്ല, ലാസ്റ്റത്തെ 2029 വരാനിരിക്കുന്ന സെൻസസ് ആണ് എന്നത് തന്നെ വന്നു എന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ പറയുന്ന ഈ അനുപാതരാഹിത്യം ഉണ്ടല്ലോ, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച. അതിനെ അതെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? സെൻസസ് 2011 ഈ പറയുന്ന അനുപാതരാഹിത്യത്തെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായും ഏറ്റവും നിർണായക കാര്യമാണ്. അസിത അത് പല പ്രാവശ്യം സൂചിപ്പിച്ചതാണ്. അനുപാത രാഹിത്യം എങ്ങനെയാണ് ഡീൽ ചെയ്യുക? ഇപ്പം ജനസംഖ്യ ആനുപാതികമായി മാത്രം കൈകാര്യം ചെയ്താൽ യഥാർത്ഥത്തിൽ ഒരു പാരിറ്റി ഇല്ല. ഒരു ഫെഡറൽ പാരിറ്റി എന്ന് പറയുന്നത്
മ്യൂച്വൽ റെസ്പെക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിന് നമുക്ക് മാതൃകയാക്കാവുന്നത് അമേരിക്കൻ ഭരണഘടനയാണ്. അമേരിക്ക എന്ന രാജ്യം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന രാജ്യം ഉണ്ടായി വന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ചില ബ്രിട്ടീഷ് കോളനികൾ ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചു. 13 വിവിധ രാജ്യങ്ങൾ, 13 കോളനികളാണ്, ബ്രിട്ടീഷ് കോളനികൾ സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളായി മാറി. അവ ചേർന്നുകൊണ്ടാണ് കോൺഫെഡറസി ഉണ്ടാകുന്നതും. പിന്നീട് ഒരു പവർ ഷെയറിംഗ് എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക എന്ന ഇന്നത്തെ ഏറ്റവും വിഖ്യാതമായ രാജ്യം ഉണ്ടാകുന്നത്. ആ രാജ്യത്തിൻ്റെ ഭരണഘടന വളരെ ചെറുതാണ് കേട്ടോ, ലോകത്തെ ഏറ്റവും ചെറിയ ഭരണഘടനയിൽ ഒന്നാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കൃത്യമായ പവർ ഷെയറിംഗ്. അതിനുവേണ്ടി അവർ കൊണ്ടുവന്ന ഒരു ആശയമാണ് ഫെഡറലിസം. ഫെഡറലിസം എന്ന് പറയുന്നത് വലിയ സംസ്ഥാനങ്ങളുണ്ടാകാം, ചെറിയ സംസ്ഥാനങ്ങളുണ്ടാകാം, ശക്തമായ സംസ്ഥാനങ്ങളുണ്ടാകാം, ദുർബലമായ സംസ്ഥാനങ്ങളുണ്ടാകാം, സാമ്പത്തികമായി ഏറെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളുണ്ടാകാം, കാർഷിക സംസ്ഥാനങ്ങളുണ്ടാകാം, വ്യവസായ സംസ്ഥാനങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഇവയൊക്കെ തമ്മിൽ ദേശീയ തലത്തിൽ എത്തിക്കഴിയുമ്പോൾ ഒരു മൂപ്പിളമ തർക്കങ്ങൾ ഉണ്ടാകരുത്, ഒന്ന് മറ്റൊന്നിനേക്കാൾ ശക്തമാണെന്ന പ്രതീതി ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഉപരിമണ്ഡലമായ സെനറ്റിൽ 100 അംഗങ്ങൾ, 50 സംസ്ഥാനങ്ങൾക്ക് ഒരേ പ്രാതിനിധ്യം, 13 നിന്നും 50 കാലക്രമേണ മാറിയല്ലോ. ഇവിടെ അത് സാധ്യമല്ല. ഇവിടെ രാജ്യസഭയിൽ ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ്, 28 സംസ്ഥാനങ്ങൾക്ക് തുല്യ പ്രാതിനിധ്യം ഇല്ല എന്നോർക്കണം. അവിടെ തന്നെ ഒരു ഫെഡറൽ പ്രിൻസിപ്പിൾ അവിടെ അട്ടിമറിക്കപ്പെട്ടു. പക്ഷെ പിന്നെ ഉണ്ടാകേണ്ടത് എന്താ, ലോക്സഭയിലെങ്കിലും ഏതെങ്കിലും ഒരു സമയത്തെ ഒരു ബെഞ്ച് മാർക്കായി വെച്ചുകൊണ്ട് ഒരു നിശ്ചിത അനുപാതത്തിലുള്ള പവർ ഷെയറിംഗ് ഉണ്ടാവണം. അതിനെ ബെഞ്ച് മാർക്കായി എടുത്തത് 71 71 മുതലാണല്ലോ അവിടെ മരവിപ്പിച്ച് നിർത്തിയത്, സീറ്റുകളുടെ എണ്ണം മരവിപ്പിച്ച് നിർത്തിയത്. അത് ഒരു ബെഞ്ച് മാർക്കായിട്ട് എടുത്തുകൊണ്ട് അതിൻ്റെ ബേസിസിലാണ് കേരളത്തിലെ 1971 അർഹമായ പ്രാതിനിധ്യം. പിന്നീടുള്ള ജനസംഖ്യ വർദ്ധിക്കുന്നതനുസരിച്ചോ കുറയുന്നതനുസരിച്ചോ ആ പ്രാതിനിധ്യത്തിന് കുറവുണ്ടാകാതെ അത് സ്ട്രക്ചറലി അഡ്ജസ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഘടനാപരമായ നിർദ്ദേശങ്ങൾ ഉണ്ടാകണം. ഏകപക്ഷീയമായി പാർലമെന്ററി മെജോറിറ്റി ഉണ്ട് എന്നതുകൊണ്ട് ഏകപക്ഷീയമായി ഒരു ബില്ല് പാസ്സാക്കി പാസ്സാവില്ലെന്ന് നമുക്കറിയാം സിദ്ധ. ഇത് 3/2 ഭൂരിപക്ഷം വേണ്ടതാണ് ലോക്സഭയിലും രാജ്യസഭയിലും. ഇന്നത്തെ നിലയിൽ കൃത്യമായി 3/2 ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, ഒരു ബുൾഡോസിങ് ഇവിടെ നടക്കില്ലായിരിക്കാം, പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിപക്ഷത്തെ ചില കക്ഷികളെ കൂടെ നിർത്താനും ചില പ്രാദേശിക ഘടകങ്ങളെ കൂടെ നിർത്താനും ഒക്കെയുള്ള വൻപൻ ശ്രമങ്ങൾ ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടായേക്കാം. പക്ഷേ ഇത് അപകടകരമായ ഒരു നിലയിൽ എത്തി നിൽക്കുന്നു. കാരണം ജനസംഖ്യ ആനുപാതികം മാത്രമാവരുത്. അത് പല മാനദണ്ഡങ്ങളിൽ ഒന്ന് മാത്രമാണ് ഡീലിമിറ്റേഷനിൽ ജനസംഖ്യ ആനുപാതികം. അതുകൊണ്ട് അനുപാതരാഹിത്യം ഉണ്ടാവരുത്. നിലവിലുള്ള അനുപാതം അനുസരിച്ച് വേണം ഭാവിയിലും പവർ ഷെയറിംഗ് ഉണ്ടാകാൻ. അത് ഇക്കണോമിക് റിസോഴ്സസിൻ്റെ അലോട്ട്മെൻ്റ് ആകട്ടെ, പൊളിറ്റിക്കൽ പവറിൻ്റെ അലോട്ട്മെൻ്റ് ആയിക്കൊള്ളട്ടെ, മറ്റ് സ്വാധീനങ്ങളുടെ അലോട്ട്മെൻ്റ് ആയിക്കൊള്ളട്ടെ. അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തെ സമസ്ത ജനവിഭാഗങ്ങളും തങ്ങളുടേതാണ് രാജ്യം എന്ന ചിന്തയിലുണ്ടാകൂ. അല്ല എങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അവഗണിക്കപ്പെടുന്നു. അവരുടെ പർച്ചേസിംഗ് പവർ എത്ര ഇപ്പോൾ ഇന്ത്യയിൽ, അവരുടെ സ്റ്റേക്ക് എത്ര, വളരെ കുറഞ്ഞില്ലേ? ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അവർ വലിയ രീതിയിൽ ത്യാഗം ചെയ്തു എന്നൊന്നും പറയില്ല, പക്ഷേ അവർ പുരോഗമന ചിന്തയിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസത്തിലേറെ മുന്നോട്ട് പോയി, ആരോഗ്യത്തിലേറെ മുന്നോട്ട് പോയി. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഏതാണ്ട് യൂറോപ്യൻ നിലവാരത്തിലേക്ക് അവരുടെ വിദ്യാഭ്യാസം, ഹെൽത്തിനെയൊക്കെ മാറ്റിയെടുത്തു. ഇങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായി, നേരത്തെ ഇവിടെ പാനലിസ്റ്റുകൾ പലതും സൂചിപ്പിച്ചല്ലോ, സ്വാഭാവികമായി ജനസംഖ്യാ നിയന്ത്രണം ഉണ്ടായി. അത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മേന്മയാണ്, സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മയാണ് അത് കാണിക്കുന്നത്. അല്ലാതെ മറ്റ് നിർബന്ധമായ നടപടികളൊന്നുമല്ല. നിർബന്ധിത വന്ധ്യംകരണമോ നിർബന്ധിത കുടുംബാസൂത്രണമോ കാരണമല്ല, മറിച്ച് സ്വയം ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ്. അത്രയും പുരോഗമനപരമായി ചിന്തിക്കുന്ന വ്യക്തികളെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളെ പിന്നണിയിലേക്ക് പായിച്ചുകൊണ്ട് ജനസംഖ്യാ നിയന്ത്രണം ഒരു രീതിയിലും പാലിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് നാഷണൽ കേക്കിൻ്റെ, നാഷണൽ പൈയുടെ സിംഹഭാഗവും അലോട്ട് ചെയ്യാൻ വേണ്ടി ഒരു നിയമനിർമ്മാണം കൊണ്ടുവരികയാണ് എങ്കിൽ അതും വനിതാ സംവരണ നിയമത്തിൻ്റെ മറവിൽ ഇതുകൂടി ചേർത്തുകൊണ്ട് പ്ലാൻ ചെയ്ത് ഫിക്സ് ചെയ്ത് എംബഡ് ചെയ്ത് കൊണ്ടുവന്നാൽ തീർച്ചയായും ദേശവ്യാപകമായ ഒരു ചർച്ചയ്ക്ക്, ഒരു പാർലമെന്ററി കമ്മിറ്റിക്ക് ഇത് വിടണം, സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടേണ്ടതാണ്. ദേശവ്യാപകമായ ചർച്ചയ്ക്ക് വിഷയീഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ ഇത് ചർച്ച ചെയ്യട്ടെ. കൺസെൻഷ്വൽ പോളിറ്റിക്സ് ആണ് ഇതിൻ്റെ ആവശ്യം. ഏകപക്ഷീയതയല്ല വേണ്ടത്, മറിച്ച് ഒരു കൺസെൻസസ് വേണം, ഒരു സമവായം ഉണ്ടാകണം. ആ സമവായം ബുൾഡോസ് ചെയ്താൽ ഉണ്ടാവില്ല എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യം നിലനിൽക്കാൻ വേണ്ടി
എല്ലാ ഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്നു എന്ന ഒരു വിശ്വാസമാണ് കേന്ദ്ര ഗവൺമെന്റ് ശരി, കാണിക്കേണ്ടതെന്നാണ് ശരി. എന്റെ പക്ഷം. ഓക്കെ ഞാൻ വരാം. ശ്രീ പി കെ ഗോപൻ, ഇവിടെ ഇപ്പോൾ വനിതാ സംവരണം നമ്മൾ ഇവിടെ ത്രിതല പഞ്ചായത്തിലടക്കം നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് സീറ്റിലാണ് അത് നടപ്പിലാക്കിയത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഒരു വനിതാ സംവരണം എന്നൊരു ആശയം മുന്നോട്ട് വരുമ്പോൾ അത് നടപ്പിലാക്കണമെങ്കിൽ പുതുതായി സീറ്റുകൾ തന്നെ ഉണ്ടാക്കേണ്ടി വരുന്നു എന്നതിൽ തന്നെ ഒരു സ്ത്രീവിരുദ്ധ എലമെന്റ് ഉണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പോൾ ആ നിലയിലേക്കാണ് ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഗുരുതരമായ ഒരു വശം. 2023 ബിൽ പാസ്സാക്കുമ്പോൾ 24 തെരഞ്ഞെടുപ്പിൽ തന്നെ അത് നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ് പ്രതിപക്ഷ കക്ഷികൾ. അത് ഉണ്ടായതുമില്ല. അപ്പോൾ അത് അതിന്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമതായി ഈ പറയുന്ന ഫണ്ട് അലോക്കേഷൻ അടക്കമുള്ള കാര്യങ്ങളുണ്ടല്ലോ. നിലവിൽ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി BJP-യിൽ ചേരുകയാണെങ്കിൽ കൂടുതൽ ഫണ്ട് കേരളത്തിന് തരാമെന്ന് പറഞ്ഞ BJP നേതാക്കളുള്ള രാജ്യമാണിത്. അപ്പോൾ അവിടെയാണ് ഈ പ്രോസസ്സ് വഴി വീണ്ടും ഫണ്ട് അലോക്കേഷനിൽ അടക്കം വലിയ കുറവ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക കൂടി വരുന്നത്. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് കൂടി ഉണ്ട് കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ്. അത് രാഷ്ട്രീയ കക്ഷികളോട് മാത്രമല്ല സംസ്ഥാനങ്ങളോടും സംസ്ഥാന സർക്കാരുകളോടും ആ നിലയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? ഇവിടെ BJP-യുടെ പ്രതിനിധി ആവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യഘട്ടത്തിലെ ചർച്ച തന്നെ ആവർത്തിക്കുകയായിരുന്നു. രണ്ടാം ഘട്ടത്തിലും അദ്ദേഹം അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. അദ്ദേഹം ഇവിടെ ആവർത്തിച്ച് എല്ലാവരെയും വെട്ടിലാക്കാൻ പരിശ്രമിക്കുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നിയത് 84-ലെ ഭരണഘടനാ ഭേദഗതിയാണ്. ആ 84-ലെ ഭരണഘടനാ ഭേദഗതി എന്തിനാണ് ഉണ്ടായത്? 50-ലെ ഭരണഘടന നടത്തിക്കൊണ്ട് പോയാൽ പോരായിരുന്നു നമുക്ക്? എന്തിനാണ് ഒരു ഭരണഘടനാ ഭേദഗതി? 84 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 40 വർഷമായി. 40 വർഷത്തിന് മുമ്പുള്ള ഭരണഘടനാ ഭേദഗതിയിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് എന്തിനാ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നെങ്കിൽ 50-ലെ ഭരണഘടനയെ ഉറച്ചു നിന്നാൽ പോരെ? 50-ലെ ഭരണഘടനയ്ക്കകത്ത് സ്ത്രീ സംവരണം പറയുന്നില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ പാർലമെൻറ്റിൽ ഇപ്പോൾ ഈ പ്രശ്നം വരുന്നില്ലല്ലോ. അപ്പോൾ 50കളിൽ നമുക്ക് സ്ത്രീ സംവരണം പറയാൻ ഭരണഘടനയ്ക്കകത്ത് പറ്റിയില്ല. ഭരണഘടന എന്ന് പറയാൻ ഒരു വഴികാട്ടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് മതഗ്രന്ഥത്തിന് തുല്യമായി പരിഗണിക്കുന്ന ഒന്നല്ല. കാലാനുസൃതമായ മാറ്റം ഉണ്ടാകണം. അപ്പോൾ 84-ലെ ഉറച്ച് അദ്ദേഹം നിൽക്കേണ്ട കാര്യമില്ല. അത് ജനങ്ങളുടെ ജനസംഖ്യാ ആനുപാതിക ക്രമത്തിലാണെങ്കിൽ പുതിയ കാലത്ത് അനുപാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ എന്ത് ചെയ്യണമെന്നുള്ള സമവായത്തിലേക്കാണ് പോകേണ്ടത്. അതിനാണ് പ്രതിപക്ഷ കക്ഷികളുമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് ഒട്ടും പിന്മാറാൻ തയ്യാറില്ല. എന്തുകൊണ്ടാണ്? ജനസംഖ്യാനുപാതികമായിട്ട് എടുത്തു കഴിയുമ്പോൾ പശു ബെൽറ്റിലേക്ക് അത് കൂടുതൽ കേന്ദ്രീകരിക്കും, നോർത്ത് ഇന്ത്യയിലേക്ക് കേന്ദ്രീകരിക്കും. അപ്പോൾ BJP-ക്ക് ബാലികാറ മലയാണ് ദക്ഷിണേന്ത്യ. ആ ദക്ഷിണേന്ത്യ അവരുടെ കൂടെ നിന്നില്ലെങ്കിലും അവർക്ക് പ്രശ്നമില്ല. അവർക്ക് നോർത്ത് ഇന്ത്യ കിട്ടിയാൽ മതി. ഒന്നത്. രണ്ടാമത്, ഈ 885 എന്നുള്ള പാർലമെൻറ്റ് മന്ദിരത്തിലെ സീറ്റിൻ്റെ കണക്കെന്തുവാ? അതിനകത്ത് ഒരു ആർക്കിടെക്ചറൽ വ്യൂ എന്തുവാ? എന്താ ഈ 885-ൻ്റെ പ്രത്യേകത? മനസ്സിലായി കാണുമല്ലോ. അതായത് ഭാവിയിൽ അവർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച മണ്ഡല പുനർനിർണയത്തിൻ്റെ സീറ്റിൻ്റെ എണ്ണം അവരുടെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാർലമെൻറ്റിലെ സീറ്റിനെ അവർ ഇങ്ങനെ നിജപ്പെടുത്തിയത്. ഇല്ലെങ്കിൽ 750 പോരായിരുന്നോ? അല്ലെങ്കിൽ 800 പോരായിരുന്നോ? അല്ലെങ്കിൽ 1000 മതിയായിരുന്നോ? ഇങ്ങനെയൊക്കെ നമുക്ക് കണക്കൂട്ടി നോക്കിവിടാം. എന്താ 885 അല്ലെങ്കിൽ 880 കഴിഞ്ഞുള്ള ഒരു നമ്പറിൻ്റെ പ്രത്യേകത എന്താ? ആ നമ്പർ അവർ നേരത്തെ കണക്കൂട്ടി വെച്ചതാ. ഇനി ഈ 880 അംഗങ്ങളുള്ള ഒരു പാർലമെൻറ്റ് എങ്ങനെയാണ് സമ്മേളിക്കുന്നത്? ഇവിടെ വളരെ വ്യക്തമായി ഇടതുപക്ഷ പ്രതിനിധികളുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന സഖാവ് MA ബേബി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അദ്ദേഹം ചോദിച്ചത് പാർലമെൻറ്റ് ഒരു ആൾക്കൂട്ടമായിട്ട് മാറ്റാൻ പറ്റുമോ? ഇപ്പം തന്നെ അക്രാമക സ്വഭാവത്തിലേക്കാണ് അവർ ഓടിയെടുക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ നിന്ന് ചെല്ലുന്ന കുറച്ച് ആളുകളെ, നോർത്ത് ഈസ്റ്റിൽ നിന്ന് ചെല്ലുന്ന അപൂർവം ചില ആളുകളെ വെച്ചിട്ട് ഇവർ പാർലമെൻറ്റിനകത്തങ്ങ് വളയും. 10-600 BJP MPമാർ വളയാനിരിക്കുകയാണ് ഇവർ. എന്നിട്ട് നിങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. അക്രമ സ്വഭാവത്തോടു കൂടി പാർലമെൻറ്റിൽ നിയമം അംഗീകരിക്കാനുള്ള പരിശ്രമത്തിലാണ്. ഇനി ആനുപാതിക ക്രമത്തിലാണെങ്കിൽ, ജനസംഖ്യാനുപാതിക ക്രമത്തിലാണെങ്കിൽ കേരളത്തിന് തരേണ്ടുന്ന വിഹിതം 3.9%. 4% പൊതുവെ കേരളത്തിലെ ജനസംഖ്യാനുപാതം. തരുന്നത് 1.9%. എൻ്റെ BJP നേതാവേ, എന്തുകൊണ്ടാണ് ഈ ജനസംഖ്യാനുപാതം കേരളത്തിൽ ഫണ്ട് തരുന്നതിന് നിങ്ങൾ ഉപയോഗിക്കാത്തത്? എന്താ? നേരെ മറിച്ച് അത് 1.9% നിതി ആയോഗും മറ്റ് സംവിധാനങ്ങളും എല്ലാം തീരുമാനിച്ചതിന് ശേഷവും, അല്ലെങ്കിൽ കേന്ദ്ര പ്ലാനിംഗ് സംവിധാനം തീരുമാനിച്ചതിന് ശേഷവും ആ പൈസ നമുക്ക് തരുന്നില്ല. അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഭാവിയിലുള്ള അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് അതൊരു കാരണമായിട്ട് അവർ പറയുന്നത് അനുവാദത്തിൻ്റെ കാര്യത്തിൽ ശരിയായൊരു കാര്യമല്ല. ഇനിയുള്ളത് ഇവർക്ക് ഈ ബില്ലിൽ കാണിക്കേണ്ടത് ജനാധിപത്യ മര്യാദയാണ്. ആ ജനാധിപത്യ മര്യാദ ഇവർ പറയുന്നു 2 വർഷം എടുക്കും ഇതെല്ലാം കൂടി കമ്മീഷനെ വെച്ച് നിശ്ചയിച്ച് പരിശോധിച്ച് പരിഹരിച്ചൊക്കെ വരാൻ 2 വർഷം എടുക്കും. അപ്പോൾ ഈ വനിതാ സംവരണം 2023 പാസ്സാക്കിയ വനിതാ സംവരണ ബില്ല്, നിലവിൽ വനിതാ സംവരണ ബില്ല് ഇന്ത്യ രാജ്യത്ത് പാസ്സാക്കിയിട്ടുണ്ട്.
ആ പാസ്സാക്കിയ ബില്ല് ഭാവിയിൽ ഒരു സമയത്ത് നടപ്പിലാക്കാനാണെങ്കിൽ 2023 പാസ്സാക്കണ്ട. അപ്പോൾ 2003 24 ഇലക്ഷനെ നേരിടാനായിരുന്നു അത്. ഇപ്പോൾ രണ്ടാമത്തെ ഇലക്ഷൻ നേരിടാനാണത്. നിങ്ങൾ അത് മാറ്റി വെച്ചിട്ട് വനിതാ സംവരണത്തിനെതിരാണ് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനം എന്ന് വരുത്തി തീർക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ സാധാരണ അമിത്ഷാ പോക്കറ്റിൽ നിന്നൊരു തുണ്ട് പേപ്പർ എടുത്തിട്ടാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. അതുപോലെ നാളെ പോക്കറ്റിൽ നിന്ന് ബില്ലെടുത്തിട്ട് നിലവിലുള്ള 543 സീറ്റിനെ 181 സീറ്റ് വനിതകൾക്കായി റിസർവ് ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ പാർലമെന്റിലെ മുഴുവൻ ആളുകളും കൈയടിക്കും. ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും മധ്യവർത്തികളും സോഷ്യലിസ്റ്റുകാരും എല്ലാവരും കൈയടിക്കും. ഇന്ത്യൻ ജനതയെ നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ല, കൃത്യമായിട്ട് ചെയ്യും. പിന്നെ അതെങ്ങനെയാണ് അത് നടപ്പിലാക്കേണ്ടത്? അത് നറുക്കെടുക്കലാണോ അതോ വനിതകളുടെ ജനസംഖ്യ കൂടുതലുള്ളിടത്ത് വെച്ച് പരിഹരിക്കലാണോ? ഏതും ചെയ്യാം. അതൊരു സമവായത്തിലൂടെ നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതെന്താ ചെയ്യാത്തത്? അതിനു പകരം പാർലമെന്റിലുള്ള സീറ്റിൽ കൂടുതൽ സീറ്റ് വന്നാൽ ഞങ്ങൾ വനിതയെ അക്കോമഡേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഔദാര്യമാണോ അത്? കൂടുതൽ സീറ്റ് വന്നാൽ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാം വനിതകളെ എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താ? ഇപ്പം നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പറ സാർ, നിങ്ങളുടെ സമയത്ത് പറഞ്ഞാൽ മതി. ഈ 543-ൽ 181 നടപ്പിലാക്കുന്നതിന് തടസ്സം എന്തുവാ? അത് നിങ്ങളങ്ങ് പറ. അങ്ങനെ തടസ്സം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് തടസ്സം പറയാൻ പരിശ്രമിക്കുന്നെങ്കിൽ എന്തിനാണ് 23-ൽ ബില്ല് പാസ്സാക്കിയത്? ഈ രണ്ട് ചോദ്യത്തിന് അങ്ങയുടെ സമയം വരുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ഉത്തരം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതിന് പകരം ബാക്കിയുള്ള ഏർപ്പാടുകളൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. വനിതാ സംവരണം എന്നുള്ളത്, ഞാൻ ഒരു കാര്യം തീർത്ത് പറയാം, നിയമത്തിലൂടെ അല്ലാതെ ഇതൊന്നും പരിഹരിക്കാൻ പറ്റില്ല. സാമൂഹികമായ ഒരു ആവശ്യം ഉയർന്നു വരികയും നിയമം കൊണ്ട് ഇതിനെ പരിഹരിക്കുകയും വേണം. നിയമം ഇല്ലായിരുന്നെങ്കിൽ, ഇവിടെ സംവരണം ഇല്ലായിരുന്നെങ്കിൽ ഈ പിന്നാക്കക്കാരുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഇന്ത്യ രാജ്യത്ത് പട്ടികജാതിക്കാരുടെ അവസ്ഥ എന്താകുമായിരുന്നു? അതുകൊണ്ടാണ് ഭരണഘടനയിൽ അതിനൊരു റിസർവേഷൻ ഏർപ്പെടുത്തിയത്. ആ റിസർവേഷനെ ആത്യന്തികമായിട്ട് പലരും ഉള്ളിൽ എതിർക്കുന്നവരുണ്ട്, ചിലർ പുറമേ എതിർക്കുന്നവരുണ്ട്, അങ്ങനെ പല രൂപത്തിൽ അതിനെ സമീപിക്കുന്നവരുണ്ട്. വനിതാ സംവരണം എന്നുള്ളത് നിയമത്തിലൂടെ സാധ്യമാകൂ. ഇല്ലെങ്കിൽ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താം. നിങ്ങൾ എത്ര വനിതകളെ കൊണ്ടുവന്നു, മറ്റവരെത്ര കൊണ്ടുവന്നു, നിങ്ങൾ എത്ര പേരെ, ഇങ്ങനെയൊക്കെ പറയാവുന്നുള്ളതേ ഉള്ളൂ. നടപ്പിലാകണമെങ്കിൽ നമുക്ക് അതിൽ ഒരു സംവരണം വേണം. കേരളത്തിൽ നോക്കൂ, 33% നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കേരളത്തിൽ അത് 50%. ആദ്യമായിട്ട് കേരളത്തിലെ LDF ഗവൺമെൻറ് 50% ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ പലരും കേട്ടിട്ടുണ്ട്. പരമ്പരാഗതമായി പല ചിന്താഗതിക്കാരും ഈ 50% വനിതകളെ റിസർവേഷൻ കൊടുത്തപ്പോൾ ആക്ഷേപിക്കുകയുണ്ടായി. എവിടുന്ന് കൊണ്ടുവരും വനിതകളെ? എന്താ ചോദ്യത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത്? എന്താ? വനിതകൾ രാഷ്ട്രീയ രംഗത്ത് കുറവാണ്, സജീവതയില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ധാരാളമായി കാൽനട യാത്ര നടത്തുമ്പോൾ ഈ കശുവണ്ടി ഫാക്ടറിയിലോ, ഞാൻ കൊല്ലത്താണല്ലോ, അപ്പോൾ കശുവണ്ടി ഫാക്ടറിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കയർ മേഖലയിലോ പണിമുടക്കുള്ള ദിവസമേ അല്ലെങ്കിൽ അവിടെ അവധിയായ ദിവസമാണ് ഈ കാൽനട പ്രചരണ ജാഥ നടത്തേണ്ടി വരിക. എന്താ കാര്യം? കശുവണ്ടി തൊഴിലാളികളായിട്ടുള്ള വനിതകളോ തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്നവരോ മാത്രമേ ഈ ജാഥയ്ക്ക് വരികയുള്ളൂ. ഇടത്തരക്കാരായിട്ടുള്ള അല്ലെങ്കിൽ വീട്ടമ്മമാരായിട്ടുള്ള മറ്റ് സ്ത്രീകൾ ഈ ജാഥയ്ക്ക് വരുമായിരുന്നില്ല. എന്നാൽ ഇപ്പൊ നോക്കൂ, കേരളത്തിൽ 50% റിസർവേഷൻ ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് കേരളത്തിലെ കുടുംബശ്രീ. 47 ലക്ഷം സ്ത്രീകൾ കേരളത്തിൽ ഇന്ന് ഞായറാഴ്ച ദിവസം അധ്യക്ഷത വഹിക്കുകയും സ്വാഗത പ്രസംഗം നടത്തുകയും ഉദ്ഘാടനം നടത്തുകയും വില്ലേജ് ഓഫീസിൽ പോവുകയും പഞ്ചായത്തിൽ ഇടപെടുകയും ഭരണതലങ്ങളിൽ ഇടപെടുകയും ഗവേൺസിന്റെ ഭാഗമായി മാറുകയും ചെയ്തത് ഈ 50% റിസർവേഷൻ വന്നതിന്റെ ഒരു തെളിവാണ്. അതുകൊണ്ട് റിസർവേഷൻ എന്നുള്ളത് അങ്ങേയറ്റം വേണ്ടുന്ന ഒരു അനിവാര്യമായ കാര്യമാണ്. എന്നാൽ അത് നടപ്പിലാക്കുമ്പോൾ നമ്മുടെ ഹിഡൻ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടുന്ന ഒരു സംവിധാനമായിട്ട് അതിനെ ഉപയോഗിക്കാൻ പാടില്ല. അവസാന ഘട്ടമാണ്. ശ്രീ പത്മനാഭൻ, ദയവായി 1 മിനിറ്റിൽ ചുരുക്കാനായി ശ്രദ്ധിക്കുമല്ലോ, സമയപരിമിതിയുണ്ട്. നിലവിൽ BJPയുടെ കക്ഷിനില അനുസരിച്ച് ഇപ്പോൾ ഈ ബില്ല് ഈ നിയമം അത് പാസ്സാക്കാനുള്ള കക്ഷിനില നിലവിൽ BJPക്കില്ല. പ്രതിപക്ഷം ഒരുമിച്ച് നിന്നാൽ അതിനെ മറികടക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് BJP ഉദ്ദേശിക്കുന്നത് മുന്നോട്ട്? BJP എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ബേജാറാവണ്ട. അത് പാർലമെന്ററി കാര്യമന്ത്രിയും കേന്ദ്ര സർക്കാരും നോക്കിക്കോളും. 84-ാം ഭരണഘടനാ ഭേദഗതി അടൽ ബിഹാരി വാജ്പേയി കൊണ്ടുവന്നത് ഭൂരിപക്ഷം ഉണ്ടായിട്ടല്ലേല്ലോ. ഞാൻ ഒരു വാക്കും കൂടി വായിച്ച് അവസാനിപ്പിക്കാം. ആർട്ടിക്കിൾ 82 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റ്സ് ദ റീഅഡ്ജസ്റ്റ്മെന്റ് ഓഫ് ലോക്സഭ സീറ്റ് അലോക്കേഷൻ ടു സ്റ്റേറ്റ്സ് ആൻഡ് ദ ഡിവിഷൻ ഓഫ് ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യൂൻസീസ് ആഫ്റ്റർ ഈച്ച് സെൻസസ് ആസ് ഡിറ്റർമൈൻഡ് ബൈ ദ പാർലമെന്റ്. ദിസ് പ്രോസസ് നോൺ ആസ് ഡീലിമിറ്റേഷൻ എൻഷുവേഴ്സ് ഫെയർ റെപ്രസെൻറ്റേഷൻ ബേസ്ഡ് ഓൺ പോപ്പുലേഷൻ ചേഞ്ചസ്. മനസ്സിലായോ? ഇത് ഞങ്ങൾ ഉണ്ടാക്കിയല്ല. ആർട്ടിക്കിൾ 82 ജനസംഖ്യാ അനുപാതത്തിൽ ഓരോ സെൻസസ് കഴിഞ്ഞാലും ജനസംഖ്യാ മാറ്റത്തിനനുസരിച്ച് ലോക്സഭാ സീറ്റും നിയമസഭാ സീറ്റുകളും ക്രമീകരിക്കണമെന്ന് ആർട്ടിക്കിൾ 82 പറഞ്ഞത്
ഞങ്ങളുടെ ഒരേ ഒരാൾ ശ്യാമപ്രസാദ് മുഖർജി മാത്രമുണ്ടായിരുന്ന ഭരണഘടനാ ശില്പി ആ സഭ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പാസ്സാക്കിയതാ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരാണ് ചെയ്തത്. ആ ആൾക്കാരിൽ ഒരാൾ ഞങ്ങളുണ്ടായിരുന്നു, ശ്യാമപ്രസാദ് മുഖർജി. അവരാണ് പറഞ്ഞത് 82-ാം വകുപ്പ് ആർട്ടിക്കിൾ പ്രകാരം ജനസംഖ്യാ അടിസ്ഥാനത്തിൽ, ജനസംഖ്യാ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ്റെ ഫെയർനെസ് ഉറപ്പുവരുത്തിക്കൊണ്ട് ഓരോ സെൻസസിന് ശേഷം ചെയ്യണം. അപ്പൊ ഇതിന് പാരെ കുറ്റം പറയണ്ട്? നിങ്ങൾക്ക് BJP യെ കുറ്റം പറഞ്ഞിട്ട് മനസ്സമാധാനം കിട്ടുകയാണെങ്കിൽ പറഞ്ഞോളൂ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ശരി വസന്ത്, അപ്പോൾ ഭൂരിപക്ഷം എന്നത് ഇതിന് ആധാരമാകില്ല, ബാധകമാകില്ല എന്നതുകൂടിയാണ് ശ്രീ പത്മനാഭൻ പറഞ്ഞതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. അപ്പോൾ പ്രതീക്ഷ ഏതായിരുന്നു? പ്രതിപക്ഷത്തിന് ഒരുമിച്ച് നിന്നാൽ മറികടക്കാൻ സാധിക്കുമെന്നുള്ളത്. പക്ഷേ പിന്നീട് സ്വാഭാവികമായും എന്ത് ചെയ്യണമെന്നുള്ളത് അവർക്ക് തന്നെ തീരുമാനിക്കാമല്ലോ. അല്ല അസിത നോക്കിപ്പം ശ്രീ പത്മനാഭൻ അങ്ങ് കണ്ണടച്ചാൽ അവർക്ക് മാത്രമാണ് ഇരുട്ടാകും, അല്ലാതെ പത്മനാഭ ദേശം മുഴുവൻ ഇരുട്ടാകും എന്ന് അദ്ദേഹം കരുതാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇദ്ദേഹം പറയുന്ന ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബാരിയേഴ്സ് എല്ലാം ഉള്ള കാലത്ത് തന്നെയാണ് ഇന്ദിരാഗാന്ധിയും പിന്നീട് വാജ്പേയിയും ഈ പറയുന്ന അമെൻമെൻറ്റുകളിലൂടെ ഈ പറയുന്ന മണ്ഡലം പുനർനിർണയം നീട്ടിവെച്ചത്. അതിന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു, കാരണമുണ്ടായിരുന്നു. വാജ്പേയിക്കും അത് മനസ്സിലാകുമായിരുന്നു, ഇന്ദിരാഗാന്ധിക്കും മനസ്സിലാകുമായിരുന്നു. ഇപ്പം മോദിക്കോ മോദിയുടെ കൂട്ടർക്കോ അത് മനസ്സിലാവാത്തതല്ല, മറിച്ച് അത് നടപ്പിലാക്കുന്നതാണ് BJPക്ക് ഗുണകരം, രാജ്യത്തിനല്ല. രാജ്യത്തിന് ഗുണകരം അത് നീട്ടിവെക്കുന്നതാണ് എന്ന് കണ്ടുകൊണ്ടാണ് അടൽ ബിഹാരി വാജ്പേയിയും ശ്രീമതി ഗാന്ധിയും അത് മാറ്റിവെച്ചത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനങ്ങളെയൊക്കെ കണ്ടത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയും കാര്യമാത്ര പ്രസക്തമായ ചർച്ചകളിലേക്ക് ആ പാർലമെന്റ് പോകാതിരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ വിഷയം അങ്ങനെയല്ല. പാർലമെന്റിന്റെ പുറത്തേക്ക് ഇതൊരു സർവകക്ഷി യോഗം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, അത് ഉണ്ടായില്ല. സ്വാഭാവികമായും ക്രിയാത്മകമായ ചർച്ചകൾ നടക്കേണ്ടത് ഈ പാർലമെന്റിലാണ്. അപ്പോൾ ആ നിലയിലുള്ള സഹകരണം ഉണ്ടാകുമോ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന്? ലീഡ് ചെയ്യുന്ന കക്ഷി എന്നുള്ള നിലയിലാണ് ചോദ്യം. അല്ല, ക്രിയാത്മകമായ ചർച്ചകൾ ഉണ്ടാകും. ഈ ബില്ലിനോട് യാതൊരു തരത്തിലും സഹകരിക്കില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, പ്രേക്ഷകരടക്കം മനസ്സിലാക്കേണ്ടത്, വനിതാ ബില്ലിനെ എതിർക്കുന്നില്ല. വനിതാ ബില്ലിനെ എതിർക്കേണ്ട കാര്യമില്ല. കാര്യം 2023 പാസ്സായതാണ്. ഞങ്ങൾ ഈ മണ്ഡലം പുനർനിർണയവുമായി ബന്ധപ്പെട്ട് ഇവർ കൊണ്ടുവരാൻ പോകുന്ന അമെൻഡ്മെന്റുകൾ, ബില്ലുകൾ, അതിനെ മുഴുവൻ ഇന്ത്യ മുന്നണി ഒരു ബ്ലോക്കായി നിന്നുകൊണ്ട്, ഒരു ടീമായി നിന്നുകൊണ്ട് എതിർക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ നമ്മൾ പലതും പറഞ്ഞല്ലോ, ആ വളരെ കൃത്യമായി അതിന്റെ ലീഗൽ വാലിഡിറ്റി പറയുന്നതിനിടയ്ക്ക് പ്രിയപ്പെട്ട പത്മനാഭൻ അതിൻ്റെ ഇടയ്ക്ക് കയറി ശബ്ദമുണ്ടാക്കി പ്രേക്ഷകരത് കേൾക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുപോലെ BJPയുടെ എത്ര MP-മാർ അപ്പുറത്തെ സൈഡിൽ നിന്ന് എത്ര ശബ്ദമുണ്ടാക്കിയാലും പറയാനുള്ളത് പാർലമെന്റിലും പറയാനുള്ളത് പാർലമെന്റിന് വെളിയിലും പറഞ്ഞു തന്നെയായിരിക്കും ഇന്ത്യ ബ്ലോക്ക് ഈ നിയമത്തെ നേരിടാൻ പോകുന്നത്. ഓക്കെ എന്തായാലും ആ നിലയിലുള്ള ചർച്ചകൾ നാളെ ഉണ്ടാകട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ അതിന് ഉത്തരം നൽകുന്ന വേദിയായി കൂടി പാർലമെന്റ് മാറും എന്നുള്ളതാണ് പ്രതീക്ഷ. വളരെ നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.